കഥ തുടരുന്നു. പരിമളം ദിവസത്തിൽ ഏറിയ പങ്കും വീടിന് പുറത്തായിരുന്നു ജീവിച്ചിരുന്നത്. എപ്പോഴാണ് താനിങ്ങനെ വീടിന് പുറത്തായതെന്ന് അവൾ അത്ഭുതപ്പെടാറുണ്ട്. ആദ്യമൊന്നും ഇങ്ങനെയായിരുന്നില്ല. 2 മുറിയും ചെറിയൊരു തളവും നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അടുക്കളയും ചേർന്ന ക്വാർട്ടേഴ്സിനുള്ളിൽ നല്ല തണുപ്പും സുഖവും ഉണ്ടായിരുന്നു. കയറി ചെല്ലുന്നിടത്തെ മുറിയിലിട്ട കട്ടിലിനരിയിൽ തിളങ്ങുന്ന സ്റ്റീൽ പാത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനടുത്തിരുന്ന് അവളുടെ മാമിയാർ മരത്തകം കറിക്കു നുറുക്കുകയും മാല കോർക്കുകയും ടി വി കാണുകയും ചെയ്യും. ടി വിയിൽ പരിപാടികളില്ലാത്തപ്പോൾ അവർ റേഡിയോ വയ്ക്കും. കോയമ്പത്തൂർ വാനൊലി നിലയത്തിൽ നിന്ന് SPBയും ജാനകിയും അലിഞ്ഞു പാടുമ്പോൾ അവരും അതിനൊപ്പം പാടും. ചിലപ്പോൾ കവിതകളും കുറലുകളും മൂളും. എന്തൊരു ശബ്ദമാണ് അവരുടേതെന്ന് പരിമള അസൂയപ്പെടുമായിരുന്നു. ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ തനിക്ക് കഴിവില്ലെന്ന് സങ്കടവും തോന്നും. മാമനാർക്കു റെയിൽവേ തന്നെയായിരുന്നു പണി. രാത്രി ജോലി കഴിഞ്ഞ് റെയിൽ പാളം ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് വണ്ടി തട്ടി മരിച്ചത്. 19 വയസ്സാകുമ്പോഴേക്കും ജ്ഞാനശേഖരന് അപ്പയുടെ പണി കിട്ടി. അയാളുടെ 23-ാം വയസ്സിൽ വധുവായി പരിമളം ഇതേ ക്വാർട്ടേഴ്സിലെത്തുകയും ചെയ്തു. അന്ന് അവൾക്ക് 18 തികഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടിരുമ്മി നിൽക്കുന്ന ഇരട്ട വീട്ടിലെ വിപിനന്റെ അമ്മയോട് അവൾക്ക് ചങ്ങാത്തമുണ്ടായിരുന്നു. ഓണത്തിനും വിഷുവിനും അവർ ഉണ്ണിയപ്പവും പൂവടയും പായസവും ഒക്കെ തന്നിരുന്നു. തിരിച്ച് ദീപാവലിക്ക് വിവിധമായ മധുരങ്ങൾ അവളും മാമിയാരും അപ്പുറത്തേക്ക് നൽകി. സന്ധ്യകളിൽ മുറ്റത്തിന്റെ അതിരിൽ 2 അമ്മമാരും തമിഴും മലയാളവും കലർത്തി വർത്തമാനം പറഞ്ഞു നിന്നു. പുതിയ ചേലകളും പാത്രങ്ങളും ഒക്കെ പരസ്പരം പ്രദർശിപ്പിച്ചു. മറ്റു വീടുകളിലെ രഹസ്യങ്ങൾ ശബ്ദം താഴ്ത്തി പങ്കുവച്ചു. പകൽ നേരങ്ങളിൽ മരതകമെന്ന് അവരും വിനോദം എന്ന് മാമിയാരും ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് മുളകോ വെങ്കായമോ ഒക്കെ കടം വാങ്ങിച്ചു കൊടുത്തു. വിപിനന്റെ കല്യാണത്തിന് പരിമളവും മാമിയാരും ചേർന്നാണ് പോയത്. അന്ന് ജ്ഞാനശേഖരന് ഒഴിവില്ലായിരുന്നു. കുറേ ദൂരം ബസ്സിലിരുന്ന് പരിമളത്തിന് ഛർദ്ദിക്കാൻ വന്നു. അവൾക്ക് ട്രെയിൻ യാത്രയെ പറ്റൂ. പളനിയിൽ നിന്ന് മീറ്റർ ഗേജ് വണ്ടിയാണ് അവൾ കല്യാണം കഴിഞ്ഞ് ജ്ഞാനശേഖരനൊപ്പം ഇങ്ങോട്ട് വന്നത്. എല്ലാ കുഞ്ഞു സ്റ്റേഷനുകളിലും നിർത്തി വീതി കുറഞ്ഞ അതേ വണ്ടിയിലാണ് പിന്നെ എപ്പോഴും അവൾ ഊരിലേക്ക് പോയിട്ടുള്ളത്. കോയമ്പത്തൂർ പോകുമ്പോഴും ഇവിടുന്ന് ജംഗ്ഷനിലേക്ക് പാസഞ്ചറിൽ കയറിപ്പോയി അവിടുന്ന് വേറെ വണ്ടി കയറും. അത്ര പോലും ബസ്സിൽ യാത്ര ചെയ്യാത്തതുകൊണ്ടാവും ഏതൊക്കെയോ ഉൾവഴികളിലൂടെ വളഞ്ഞും പുളഞ്ഞും പോയ അന്നത്തെ ആ യാത്ര അവൾക്ക് അസഹ്യമായത്. രത്നമേഖലയുടെ നാട്ടിൽ ബസ്സിറങ്ങുന്നതുവരെ അവൾ കടിച്ചു പിടിച്ചിരുന്നു. ഇറങ്ങിയതും റോഡരികിൽ കുത്തിയിരുന്ന് അവൾ എടുത്തുകൊട്ടി ഛർദ്ദിക്കുകയും ചെയ്തു. അവളുടെ മാമ്പഴം മഞ്ഞ പട്ടുസാരി ഉടഞ്ഞു. മാമിയാർ കുനിഞ്ഞെന്ന് പുറം തടവി കൊടുത്തു. കല്യാണം കഴിഞ്ഞ് 5-ാം വർഷമായിരുന്നു. മാമിയാർ നേരിയ പ്രതീക്ഷയോടെയാണ് അവൾക്ക് തടവി തരുന്നതെന്ന് പരിമളത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. രത്നമേഖലയുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ചെന്ന് അവൾ മുഖവും വായവും കഴുകി. പട്ടുസാരിയിൽ വെള്ളത്തുള്ളികൾ കറുത്ത അടയാളങ്ങളുണ്ടാക്കി. വാരിപ്പൂശിയ കുട്ടിക്കൂറ പൗഡർ ഒലിച്ചുപോയി. പിന്നിലേക്ക് നീട്ടിക്കെട്ടിയ പാചകപ്പുരയിലെ ആളുകൾ അവളെ സഹതാപത്രയെ നോക്കി ചിരിച്ചു. ആ കുഞ്ഞു വീടിൻ്റെ ഇത്തിരി മുറ്റത്ത് ഒരുക്കിയ മണ്ഡപത്തിൽ വിപിനൻ രത്നമേഖലയ്ക്ക് താലി കെട്ടുന്നത് പരിമള നോക്കി നിന്നു. ചുറ്റും പെണ്ണുങ്ങൾ താലികെട്ട് കാണാൻ തിക്കിത്തിരക്കുന്നുണ്ടായിരുന്നു. വിപിനെ പരിമളത്തിന് ഇഷ്ടമല്ല. അയാളുടെ മയമില്ലാത്ത നോട്ടവും പരുക്കൻ ശബ്ദവും അവളെ ഭയപ്പെടുത്താറുമുണ്ട്. 4-5 വർഷങ്ങൾ അയൽക്കാരായിരുന്നിട്ടും ഇതുവരെ അവൾ അയാളോട് ഒരു വാക്കുപോലും നേരിട്ട് സംസാരിച്ചിട്ടുമില്ല. കോളനിയിലെ വിരലിൽ എണ്ണാവുന്ന അയൽക്കാരെ മാത്രമാണ് അയാൾ കല്യാണത്തിന് ക്ഷണിച്ചത്. ജ്ഞാനശേഖരന് വരാൻ പറ്റാതായതുകൊണ്ട് മാത്രമാണ് പരിമള ഈ കല്യാണത്തിന് കെട്ടിയൊരുങ്ങി വന്നത് തന്നെ. അല്ലെങ്കിൽ വിനോദാമ്മയുടെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തെ പോലും അവൾ അവഗണിച്ചേനെ. അന്ന് ഛർദ്ദിച്ചവശയായി ആൾക്കൂട്ടത്തിനിടയിൽ ഞെരുങ്ങി നിന്ന് പരിമള വിപിനൻ താലി കെട്ടുന്ന രത്നമേഖലയെ നോക്കി. ക്രീൻ ഷർട്ടും മുണ്ടുമുടുത്ത വിപിനൻ എന്നത്തെയും പോലെ മുഖം വീർപ്പിച്ച് അരിശത്തോടെ നിൽക്കുന്നു. കട്ടിയുള്ള ചുവപ്പ് ബനാറസ് പട്ടുസാരിയും വീതിയും പൊലിമയും കൂടിയ ആഭരണങ്ങളും ഇട്ട് ഇപ്പോൾ കുഴഞ്ഞു വീഴുമെന്ന മട്ടിൽ മെലിഞ്ഞൊരു പെൺകിടാവായിട്ടാണ് പരിമള രത്നമേഖലയെ ആദ്യം കണ്ടത്. അവൾക്ക് പരിമളത്തിൻ്റെ പ്രായം തന്നെയായിരിക്കും. 5 വർഷം മുമ്പ് ജ്ഞാനശേഖരന് മുൻപിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ പരിമളവും ഇതുപോലെയായിരുന്നു. അവളുടുത്ത കാഞ്ചിപുര പട്ടിന് അവളേക്കാൾ ഭാരമുള്ളതുപോലെ തോന്നിപ്പിച്ചിരുന്നു. ചൂടിയ പൂവിൻ്റെയും പട്ടിൻ്റെയും ഭാരത്തിൽ വീണു പോകുമെന്ന് അന്ന് അവൾക്ക് സ്വയം തോന്നിക്കൊണ്ടിരുന്നു. രത്നമേഖലയ്ക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുമെന്നോർത്തപ്പോൾ പരിമളത്തിന് അവളോട് സഹതാപം തോന്നി. തിരിച്ചുള്ള യാത്രയും അതിൻ്റെ ക്ലേശവും ആലോചിച്ച് ആ തിരക്കിൽ പിന്നെയും പരിമളത്തിന് ഛർദ്ദിക്കാൻ വന്നു. തല പൊട്ടിപ്പിളരാനും നുള്ളിപ്പെറുക്കാനല്ലാതെ അവൾക്ക് സദ്യ ഉണ്ണാൻ കഴിഞ്ഞില്ല. പഴപ്രഥമൻ ഇഷ്ടമായിരുന്നിട്ടും ഒരു തുള്ളി പോലും രുചിക്കാനൊട്ട് ധൈര്യവും വന്നില്ല. ഉച്ചവെയിലത്തെ തിരിച്ചുപോക്കും തല വെട്ടിപ്പിളർക്കുന്ന മാതിരിയുള്ള തലവലിയും കൊണ്ട് പരിമളത്തിന് ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ രത്നമേഖല വീട്ടിലെത്തുന്നത് അവൾ കാത്തിരുന്നു. അവളോട് കൂട്ടുകൂടാം. അമ്മമാരുടെ ചങ്ങാത്ത വർത്തമാനങ്ങൾക്കിടയിൽ അവളെ അവർ എപ്പോഴും അകറ്റി നിർത്താൻ വ്യഗ്രതപ്പെട്ടിരുന്നു. അടിച്ചു വാരൂ, വെള്ളം നിറയ്ക്കൂ, തുണി മുടക്കൂ, കൂട്ടാനരിയൂ എന്നൊക്കെ അവളെ അവർ പറഞ്ഞുവിടും. ഏതാണ്ട് സമപ്രായക്കാരായ ആ 2 സ്ത്രീകളും പരിമളത്തെ തങ്ങളുടെ സൗഹൃദ വലയത്തിനകത്തേക്ക് അടുപ്പിച്ചതേയില്ല. രത്നമേഖല വന്നാൽ അവൾക്കും അതുപോലൊരു വലയമുണ്ടാക്കാം.
സമപ്രായക്കാരികൾ, തൊട്ട വീടുകളിലെ താമസക്കാർ, 2 ഭാഷക്കാരികളാണെങ്കിലും അവർക്ക് മിണ്ടാൻ പൊതുവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ രത്നമേഖലയുടെ വരവ് വൈകി. ഇടയ്ക്കൊരു തവണ ജ്ഞാനശേഖറും മാമിയാരും ആശുപത്രിയിൽ പോയപ്പോൾ പരിമളവും കൂടെ പോവാൻ ആശ കാണിച്ചതാണ്. നീ ഛർദ്ദിക്കും എന്ന് മാമിയാർ വിലക്കി. അവർ തിരിച്ചു വന്ന് വിനോദാമ്മയുടെ കഷ്ടത്തെപ്പറ്റി സങ്കടപ്പെടുന്നത് പരിമളം കേട്ടു നിന്നു. പക്ഷേ അവൾ വിചാരിച്ചിരുന്നത് കുറച്ച് വൈകിയാണെങ്കിലും വിനോദാമ്മ ആരോഗ്യത്തോടെ തിരുമ്പി വരുമെന്ന് തന്നെയായിരുന്നു. അവസാനം ആംബുലൻസിൽ അവർ 3 പേരും വന്നിറങ്ങുന്നത് പരിമളം സ്വന്തം ഉമർത്ത് നോക്കി നിന്നു. മാമിയാർ ഓടിയടുത്ത് ചെന്ന്, വിനോദം എഴുതിട്, പാര് ഉൻ വീട് എത്തിയച്ച്, എഴുതിട് എന്നൊക്കെ എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞ് തലക്കടിച്ച് കരഞ്ഞു. തമിഴിൽ പറഞ്ഞത് വിനോദമ്മയ്ക്ക് മനസ്സിലായില്ലെന്ന് കരുതിയിട്ടാവാം മാമിയാർ അവരെ കുലുക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിപിനൻ ഒട്ടും മയമില്ലാതെ മാമിയാരെ വിലക്കുന്നതുവരെ അവരത് തുടരുകയും ചെയ്തു. വിപിനൻ്റെ നോട്ടത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും തീക്ഷ്ണതയിൽ ഒരു നിമിഷം മാമിയാർ സ്തബ്ധയായി നിന്നെങ്കിലും വീണ്ടും വിനോദം എന്ന് വിളിച്ചുകൊണ്ട് സ്ട്രെച്ചറിന് പിന്നാലെ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് കയറിപ്പോയി. ആ സമയമൊക്കെയും പരിമളം രത്നമേഖലയെ ശ്രദ്ധിക്കുകയായിരുന്നു. അപരിചിതമായ ഇടത്ത് ആദ്യമായി വന്നതിൻ്റെ ആശങ്കകളെല്ലാം ഒളിപ്പിച്ചു വെച്ചതുപോലെയായിരുന്നു അവളുടെ ശാന്തമായ മുഖം. താഴെ വെച്ച ബാഗുകളെടുത്ത് പതർച്ചയില്ലാതെ ഇടം വലം നോക്കാതെ ആ മെലിഞ്ഞ പെൺകുട്ടി അകത്തേക്ക് കയറിപ്പോയി. അവൾ പരിമളത്തെ കണ്ടതേയില്ല. മാമിയാരും വിപിനും ഏതാണ്ട് ഒരുമിച്ചാണ് ക്വാർട്ടേഴ്സിന് വെളിയിൽ വന്നത്. മാമിയാർ ചേലത്തുമ്പ് കൊണ്ട് കണ്ണുകൾ അമർത്തി തുറച്ച് സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ പരിമളം എന്നുറക്കെ വിളിച്ചതുകൊണ്ട് അവൾക്ക് അകത്തേക്ക് പോകേണ്ടി വന്നു. പുറത്ത് വിപിനൻ ആംബുലൻസ് ഡ്രൈവറോട് തർക്കിക്കുന്നതൊക്കെ അവൾ അടുക്കളയിൽ നിന്ന് കേട്ടു. കുറേ കഴിഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ കുക്കറിൻ്റെ ശീൽക്കാരം ഉയർന്നപ്പോൾ രത്നമേഖല ശാപ്പാടുണ്ടാക്കുകയാവുമെന്ന പരിമളത്തിന് ആശ്വാസം തോന്നി. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്താലോ എന്നവൾ പലതവണ ആലോചിക്കാതെയല്ല. പക്ഷേ വിപിനെ പേടിച്ചിട്ട് മാത്രമാണത് ചെയ്യാത്തത്. ആശുപത്രിയിൽ നിന്ന് യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണം, പരിചയമില്ലാത്ത അടുക്കള, പഠിച്ച പെണ്ണാണെന്ന് കേട്ടു, എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയുമോ എന്ന് പോലും സംശയമാണ്. പോരാത്തതിന് വിപിനെ പോലെ ഒരുത്തനാണ് കൂട്ടിന്. അന്ന് മുഴുവൻ പരിമള ആ വീട്ടിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ചു. പക്ഷേ രത്നമേഖലയെ ഒരിക്കൽ പോലും പുറത്തെങ്ങും കണ്ടില്ല. പിന്നെയുള്ള ദിവസങ്ങളിൽ പക്ഷേ അവരിരുവരും അറിയാതെ തന്നെ സൗഹൃദത്തിലായി. എങ്ങനെയെന്നോ ആരാണ് മുൻകൈയെടുത്തതെന്നോ പരിമളത്തിന് പറയാനറിയില്ല. വിപിനില്ലാത്തപ്പോൾ അവൾ പുറത്തു വരികയും പരസ്പരം ചിരിക്കുകയും ചെയ്തു. പിന്നെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ. കല്യാണത്തിന് ഞാനും വന്നിരുന്നു എന്ന് പരിമളം അവളോട് പറഞ്ഞപ്പോൾ, അന്ന് മാമ്പഴ മഞ്ഞ സാരിയല്ലേ ചുറ്റിയിരുന്നെന്ന് രത്നമേഖല തിരിച്ചു ചോദിച്ചു. പരിമളം അമ്പരന്ന് പോയി. താലി കെട്ടുന്ന സമയത്ത് തനിക്കെന്തോ അകാരണമായ ഭയവും വിറയലും വന്നുവെന്ന് രത്നമേഖല പറഞ്ഞു. തലചുറ്റി വീഴുമെന്നോ ഛർദ്ദിച്ചു പോകുമെന്നോ ഒക്കെ തോന്നിപ്പോയി. ആ ചിന്തയെ മറികടക്കാൻ താൻ ചുറ്റുമുള്ള ആളുകളെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ മഞ്ഞ സാരിയിൽ കണ്ണുടുക്കിയത്. വീട്ടിലെ തെക്കേ മുറ്റത്തുള്ള കർപ്പൂരമാവിൻ്റെ മാങ്ങ പഴുക്കുമ്പോൾ ഇതേ നിറമാണ്. തേൻ മധുരമുള്ള ഈ മാമ്പഴത്തെ നോക്കിയും ഓർത്തുമാണ് താൻ ആ നിമിഷങ്ങളെ മറികടന്നതെന്ന് രത്നമേഖല പൊട്ടിച്ചിരിച്ചു. പിന്നെ ഉണ്ണാനിരിക്കുമ്പോഴും മാമ്പഴത്തെ കണ്ടു. മുടി ഇറുകെ പിന്നി നിറയെ പൂ ചൂടിയ മാമ്പഴത്തിൻ്റെ ഭംഗിയുള്ള മുഖവും ശ്രദ്ധിച്ചു. അവൾ തൻ്റെ അയൽക്കാരിയാവുമെന്നൊന്നും പക്ഷേ അറിയില്ലായിരുന്നു. രത്നമേഖല അവളുടെ കൈകൾ അമർത്തി പിടിച്ചുകൊണ്ട് പിന്നെയും ചിരിച്ചു. പരിമളം ലജ്ജിച്ച് ചുവന്നു. അങ്ങനെയാണ് അവർ കൂട്ടുകാരായത്. വിപിനില്ലാത്ത അപ്പോഴൊക്കെ അവൾ രത്നമേഖലയുടെ വീട്ടിൽ കയറി ചെന്നു. രത്നം എന്നവളെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിലുള്ളവരും അങ്ങനെയാണ് തന്നെ വിളിക്കാറെന്നും അവരെയെല്ലാം വല്ലാതെ ഓർമ്മ വരുന്നുവെന്നും രത്നമേഖല മന്ത്രിച്ചു. അവരാരും ഇങ്ങോട്ട് വരാനിടയില്ല. ഹോസ്പിറ്റലിൽ വെച്ച് പലതവണ വിഭിന്നമായി അകാരണമായ നീരസങ്ങളുണ്ടായി. തന്നോട് സ്നേഹത്തോടും അനുതാപത്തോടും പെരുമാറുന്നവരെ അകറ്റാനും ആട്ടിയോടിക്കാൻ പോലും പ്രത്യേക ശേഷിയുള്ള മനുഷ്യനാണ് വിപിനൻ. ഈ കിടക്കുന്ന ആളാണ് എൻ്റെ ജീവിതത്തെ നരകമാക്കുകയെന്ന് എനിക്ക് ഈ കല്യാണം ഉറപ്പിച്ചപ്പോഴേ അറിയാമായിരുന്നു. ഇവർക്കെന്നെ ഇഷ്ടമായിരുന്നില്ല. കാണാൻ വന്നപ്പോഴും കല്യാണം കഴിച്ച് കയറി ചെല്ലുമ്പോഴും ഒക്കെ ഇവരുടെ കണ്ണുകളിൽ വെറുപ്പാണ് ആളിയിരുന്നത്. പക്ഷേ ഇവർ മാത്രമല്ല, ഇവരെക്കാൾ കൂടുതൽ വിപിനൻ അത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യത്തെ രാത്രി അയാൾ എന്നെ ഉമ്മ വയ്ക്കും മുമ്പേ എൻ്റെ ഉടുപ്പ് പൊക്കുകയാണ് ചെയ്തത്. അഴിക്ക് എന്ന് ഒച്ചയിടുകയും ചെയ്തു. ആ നിമിഷങ്ങളിലാണ് എനിക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് അതിശയിപ്പിക്കുന്ന തിരിച്ചറിവുണ്ടായത്. നിനക്ക് വിശ്വസിക്കാനാവില്ല പരിമളം. അന്നേരം ഞാൻ ഓർത്തത് ഓടിപ്പോവണമെന്നാണ്. അയാളെ തള്ളിമാറ്റി വാതിൽ തുറന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടണം. ഈ കല്യാണമോ ഇയാളുമൊക്കെ ഒരു പേടി സ്വപ്നമാണ്. ഞാൻ അതിന് പുറത്ത് കിടക്കും. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോഴും അതേ പേടി സ്വപ്നത്തിനകത്ത്. എൻ്റെ ഇത്രയും കാലം എങ്ങോട്ട് പോയെന്ന് ഞാൻ ഓർക്കും. ഇന്നലെയാണ് ആ രാത്രി, എൻ്റെ വിവാഹരാത്രി. ഓടിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആ രാത്രി. ഇത്രയും നാളുകൾക്ക് ശേഷം ഞാനിത് അവിടെ തന്നെ നിൽക്കുന്നു, ഓടിപ്പോകണമെന്ന അതേ ആഗ്രഹത്തോടെ. പരിമളത്തിന് വാക്കുകൾ മുട്ടി. വിനോദാമ്മയെ ചെരിച്ചു കിടത്തി അവരുടെ പുറം ലോഷനൊഴിച്ച വെള്ളത്തിൽ മുക്കിത്തുറച്ച് കിടക്കപ്പുണ്ണിൻ്റെ സാധ്യതകളുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം പൗഡറിട്ട് കൊടുക്കുകയായിരുന്ന രത്നമേഖലയുടെ വിരലുകളിൽ അവൾ തൊട്ടു.
തൊലിച്ചുളുങ്ങിയ ജീർണമായ ആ നഗ്നതയിൽ അവരുടെ വിരൽത്തുമ്പുകൾ വാക്കുകളില്ലാത്ത സ്വാന്തനം പകർന്നു. സാരമില്ല എന്ന് മന്ത്രിച്ചു. അവരെ മുഴുവനായി വൃത്തിയാക്കിയ ശേഷം ഡയപ്പർ കെട്ടിക്കൊടുക്കുമ്പോൾ പരിമളത്തിന് ആശ്വാസം തോന്നി. വൃദ്ധയുടെ നഗ്നതയോളം അരോചകമായി ഒന്നുമില്ലെന്ന തോന്നൽ പരിമളത്തിന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എപ്പോഴും കഞ്ഞി മുക്കിത്തേച്ച മുണ്ടും വേഷ്ടിയും എടുത്ത് മുടിത്തുമ്പ് കെട്ടിയിട്ട് വിയർപ്പിൽ പാതിയർന്ന രക്തചന്ദന കുറിയുമായേ പരിമളം വിനോദമ്മയെ കണ്ടിട്ടുള്ളൂ. 4-5 വർഷങ്ങളായി തനിക്ക് അവരെ പരിചയമുണ്ട്. പക്ഷേ തനിക്ക് അറിയുന്നത്ര പോലും രത്നമേഖലയ്ക്ക് അവരെ അറിയില്ലെന്നത് പരിമളത്തെ വേദനിപ്പിച്ചു. ജീവിതത്തിലാകെ 2-3 പ്രാവശ്യം മാത്രം കണ്ട ഒരു സ്ത്രീ. അവർക്ക് വേണ്ടി രത്നമേഖലയുടെ ജീവിതം ആ ചെറിയ മുറികൾക്കുള്ളിൽ കുരുങ്ങിക്കിടക്കുന്നു. എങ്ങനെയാണ് അവൾക്ക് ഈ ശരീരത്തെ പരിചരിക്കാൻ കഴിയുന്നത്? ഇത്രയും കൃത്യതയോടെ, ഒരു വീഴ്ചയും വരുത്താതെ, ഒരു സെക്കൻഡ് പോലും സമയം തെറ്റാതെ അവൾ അതിനെ കുളിപ്പിക്കുന്നു, ഉടുപ്പിടുവിക്കുന്നു, തിരിച്ചും മറിച്ചും കിടത്തുന്നു, മരുന്ന് ഭക്ഷണവും കൊടുക്കുന്നു. പരിമളം അത് ചോദിക്കാതിരുന്നില്ല. രത്നമേഖല പറഞ്ഞത് താൻ അതൊക്കെ ചെയ്യുന്നത് അവരോടുള്ള മമത കൊണ്ടല്ല, വിപിനോടുള്ള കടപ്പാട് കൊണ്ടുമല്ല. അവഗണിച്ചാൽ, വേണ്ട വിധം പരിചരിക്കാതിരുന്നാൽ കൂടുതൽ ഗുരുതരമായേക്കാം അവരുടെ അവസ്ഥ. അപ്പോഴും കഷ്ടപ്പെടേണ്ടി വരുന്നത് താൻ തന്നെയാണ്. ഇപ്പോഴത്തേക്കാൾ ബുദ്ധിമുട്ടേണ്ടി വരും. ബെഡ് സോറൊക്കെ വന്നാലത്തെ ദുരിതം രോഗിക്ക് മാത്രമല്ല. ഡയപ്പർ മാത്രം ഇട്ട് കിടക്കുന്ന വിനോദിനിയുടെ ദേഹം ഇടിഞ്ഞു തകർന്നൊരു വീട് പോലെ തോന്നിച്ചു. അവരുടെ മുലകളിലും ദേഹത്തും രത്നമേഖല നേരിയ സുഗന്ധമുള്ള എന്തോ ക്രീം പുരട്ടിക്കൊടുത്തു. മുലകളിൽ ഒഴിയുമ്പോൾ അവൾ പരിമളത്തോട് ചോദിച്ചു, ഈ മുലകൾ നോക്കൂ. ജീവിതത്തിൽ എത്ര കുറച്ച് കാലമാവോ അത് എന്തിനെങ്കിലും വേണ്ടി ഉണർന്നിട്ടുണ്ടാവുക. 3-4 മാസത്തെ ദാമ്പത്യം. 2 വയസ്സുവരെ വിപിനൻ പാല് കുടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ വീഴ്ച വരെ ഇവരത് കെട്ടിപ്പൊതിഞ്ഞു വെച്ചു. നാളുകളായി ഞാനതിനെ ഉണർത്താൻ നോക്കുകയാണ്. നിനക്കറിയോ, മുലകളാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവം. ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചലനം എനിക്കിവിടെ തൊട്ടറിയാം. എത്ര നാളായി പലതരം സ്പർശനങ്ങളിലൂടെ ഞാനതിനെ പ്രൊവോക്ക് ചെയ്യുന്നു. ചോരക്കുഞ്ഞിൻ്റെ ഇളം ചുണ്ടുകളുടെ മൃദുവായ തലോടൽ, റേപ്പിസ്റ്റിൻ്റെ ആസക്തി നിറഞ്ഞ അമർത്തി ഞെരിക്കൽ, കാമുകൻ്റെ ആഗ്രഹം നിറഞ്ഞ സ്പർശം. അതീവ മൃദുവായി ഒരു മുട്ടിൻ്റെ ഇതളുകൾ ഒന്നൊന്നായി വിടർത്തുന്ന പോലെയായിരിക്കും അത്, അല്ലേ? രത്നമേഖല അവരുടെ മുലകൾ അമർത്തി ഒഴിഞ്ഞുകൊണ്ട് പരിമളത്തോട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ പതറി. അവളുടെ മുഖം മാറുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് രത്നമേഖല പിന്നെയും ചോദിച്ചു, പറയൂ, അങ്ങനെയല്ലേ? ജ്ഞാനശേഖർ അങ്ങനെയല്ലേ എന്നോട് ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. വിപിനൻ എൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം നേരെ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ മേലെ കിടക്കുമ്പോൾ പോലും അയാളത് നോക്കുകയോ തൊടുകയോ ചെയ്യാറില്ല. പണ്ടൊരിക്കൽ രാത്രി വണ്ടിക്ക് മംഗലാപുരത്ത് പോകുമ്പോഴാണ് തിരക്കുള്ള വണ്ടിയിൽ ആരോ പുറകിൽ നിന്ന് എൻ്റെ മുല പിടിച്ചു ഞെരിച്ചു. ഉടുപ്പിന് മുകളിലൂടെയുള്ള പിടുത്തമായിരുന്നിട്ടും ദിവസങ്ങളോളം അവിടെ ചോര കല്ലിച്ചു കിടന്നു, പ്രാണവേദനയും. അതിനു മുൻപ് 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒരിക്കൽ ഇതുപോലെ എന്നെ എൻ്റെ ചെറിയച്ഛൻ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ എക്സ്പീരിയൻസ്. നീ എന്നെപ്പോലെയല്ലല്ലോ. പറയൂ, പൂമൊട്ടിൻ്റെ ഇതൾ വിടർത്തിയെടുക്കുന്നത് പോലെയല്ലേ സ്ത്രീയുടെ മുലകളെ ആണുങ്ങൾ തൊടാറ്, പ്രണയമുള്ള ആണുങ്ങൾ? പരിമളത്തിന് ലജ്ജയും അടുപ്പും തോന്നി. ഈ വിഷയം രത്നമേഖല സംസാരിക്കുന്നത് എന്തിനാണെന്ന നീരസവും അവൾക്കുണ്ടായി. ജ്ഞാനശേഖർ അവളെ പല രീതിയിൽ തൊട്ടിട്ടുണ്ട്. രത്നമേഖല പറയുമ്പോഴാണ് അതൊരു മുട്ടുവിടർത്തലായിരുന്നോ എന്നവൾ ആലോചിക്കുന്നത്. തീർച്ചയായും അതിൽ ചിലതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ കൂമ്പി നിന്ന ഒരു മല്ലിമുട്ട് മൃദുവായി വിടർത്തുന്ന പോലെ. ഇപ്പോൾ അതെങ്ങനെയാവും? വിടർന്ന് പകൽ വെയിൽ മുഴുവൻ കൊണ്ട് വാടി വീഴാറായ ഒരു പൂവിനോട് കാണിക്കുന്ന പോലെ സഹതാപം കലർന്നത്, അവഗണനയോടെ. പക്ഷേ നിന്നെ മറന്നിട്ടില്ലെന്ന് വെളിപ്പെടുത്താൻ മനഃപൂർവ്വമുള്ള സ്പർശനങ്ങൾ. പരിമളത്തിന് അതിനൊന്നും വിശദീകരിക്കാൻ അറിയില്ല. അവൾക്ക് ആ വിഷയം സംസാരിക്കാൻ പോലും ഇഷ്ടവുമില്ല. നീ ഒന്നും പറയില്ല എന്ന് തോന്നുന്നു. നാണമാണോ? നിന്നെക്കൊണ്ട് പറയിക്കാതെ ഞാൻ വിടില്ല. രത്നമേഖല ഉറക്കെ ചിരിച്ചുകൊണ്ട് മസാജിങ് നിർത്തി അമ്മയെ ഉടുപ്പിടുവിക്കാൻ തുടങ്ങി. തലയിലൂടെ അലക്കിത്തേച്ച നൈറ്റി കയറ്റുവാൻ പരിമളം അവളെ സഹായിച്ചു. അല്പം ഉയർത്തിയ ദേഹത്ത് ഉടുപ്പ് നന്നായി താഴ്ത്തിയിട്ട് വീണ്ടും അവരെ പൂർവ്വസ്ഥിതിയിൽ കിടത്തിയപ്പോൾ പരിമളത്തിന് ആശ്വാസം തോന്നി. അറപ്പിക്കുന്ന നഗ്നത ഇപ്പോൾ മറഞ്ഞു. വിനോദമ്മയുടെ കണ്ണുകളിലെ ശൂന്യതയിലെ എവിടെയോ വിഷാദത്തിൻ്റെ കനലുകൾ ഉണ്ടാവുമെന്ന് പരിമളത്തിന് തോന്നി. ഈ ഇരുട്ട് പിടിച്ച മുറിയിൽ അത് കണ്ടെത്താനാവില്ലെന്ന് മാത്രം. ഒന്നുകൂടി അമ്മയെ ശ്രദ്ധിച്ചു നോക്കി. മുഖത്തൽപ്പം പൗഡറും പുരട്ടി നെറ്റിയിൽ കുറിയിട്ട് കൊടുത്ത് രത്നമേഖല സ്വയം എന്നോണം പിറുപിറുത്തു. നന്നായി ഒന്ന് ഉറങ്ങിക്കോളൂ. എന്നിട്ട് നല്ല തെളിഞ്ഞ മുഖത്തോടെ ഉണർന്നു കിടക്കണം മകൻ വരുമ്പോൾ. ഇല്ലെങ്കിൽ അയാൾ എന്നെ ഉപദ്രവിക്കും. ഇത്രയും ഞാൻ ചെയ്തു തന്നില്ലേ, പകരം എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യേ. കുളിയുടെയും മസാജിങ്ങിൻ്റെയും ഒക്കെ സുഖത്തിലാവാം. അതോ രത്നമേഖല പറഞ്ഞത് കേട്ടിട്ടോ? വിനോദാമ്മയുടെ കണ്ണുകൾ മയങ്ങി വന്നു. കിടക്കയ്ക്കരികിലിരുന്ന കുളി സാമാനങ്ങളും ബേസിനുമെല്ലാം എടുത്തു മാറ്റി അവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ രത്നമേഖല അവളോട് പറഞ്ഞു, ഈ സ്ത്രീക്ക് സംസാരിക്കാനാവുമെങ്കിൽ അവരിപ്പോൾ എന്നെപ്പറ്റി എന്തൊക്കെ വിപിനോട് പറഞ്ഞു കൊടുക്കുമെന്നറിയുമോ?
ചിലപ്പോൾ എനിക്ക് തോന്നും എന്തോ രഹസ്യവിനിമയം അവർക്കിടയിലുണ്ടെന്ന്. വാക്കുകളില്ലാതെ തന്നെ. എന്നെ വേദനിപ്പിക്കാൻ അത്തരം ദിവസങ്ങളിൽ വിപിന് ഭയങ്കര ആവേശമാണ്. പരിമളം ഒന്നും മിണ്ടാതെ ചൂലെടുത്തു നിലം തൂത്തു. മാറ്റിയ ഡയപ്പറും മറ്റും നിറച്ച അഴുക്കുകൊട്ടയിലേക്ക് തൂത്തുവാരിയ കടലാസ് കഷ്ണങ്ങളും പൊടിയും കൊട്ടിയത് രത്നമേഖല കയ്യിലെടുത്ത് മുറുക്കി പുറത്തേക്ക് നടന്നു. ഉറങ്ങിക്കോട്ടെ, വാ അപ്പുറത്തിരിക്കാം. ഇതെല്ലാം കത്തിച്ച് കളയുകയും വേണം. അതിനൊക്കെ മുമ്പ് നമുക്കൊരു ചായ കുടിക്കാം. രത്നമേഖല സ്റ്റൗ കത്തിച്ച് ചായക്ക് വെള്ളം വെച്ചു. ഊണ് കഴിക്കാനുള്ള തളത്തിലിട്ട ചെറിയ മേശക്കരികിൽ പരിമളത്തെ പിടിച്ചിരുത്തി. കുപ്പി ഗ്ലാസുകളിൽ ഇളം സ്വർണ്ണ നിറത്തിൽ കട്ടൻ ചായ മുന്നിൽ വെച്ച് അവളും ഇരുന്നു. പരിമളത്തിന് ചായ ഇഷ്ടമില്ല. അവൾ ആകെ കുടിക്കുന്നത് കാപ്പിയാണ്. രണ്ടു നേരവും പാൽക്കാരൻ്റെ സൈക്കിൾ വന്നു പോയാലുടൻ മാമിയാർക്ക് കോഫി വേണം. ധാരാളം പാലൊഴിച്ച കടുപ്പവും സുഗന്ധവുമുള്ള കോഫി. പിഞ്ഞാണത്തിലേക്ക് മിക്സ്ചറിൻ്റെ ഡപ്പി കൊട്ടിയിട്ടിട്ട് രത്നമേഖല പറഞ്ഞു, നിനക്ക് ചായ ഇഷ്ടമല്ലെന്നറിയാം. പക്ഷേ ഇവിടെ കാപ്പിപ്പൊടിയും ഇല്ല, പാലും ഇല്ല. എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല. നിന്റെ കാപ്പിയുടെ മണം ഇവിടെ എത്താറുണ്ട്. എനിക്ക് കൊതിയാവാറുമുണ്ട് ചിലപ്പോൾ. പരിമളത്തിന് കുറ്റബോധം തോന്നി. രത്നയുമായി അടുത്തു കഴിഞ്ഞപ്പോൾ, അവളുടെ ജീവിതത്തിലെ താളഭംഗങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾക്കും പരിമളം ഇപ്പോൾ അനാവശ്യമായ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. ജ്ഞാനശേഖരനൊപ്പം സിനിമയ്ക്ക് പോകുമ്പോൾ, ദീപാവലിക്ക് പുതിയ ചേല ചുറ്റുമ്പോൾ, ട്രെയിൻ കയറി മരുത്താമല കോവിലിൽ പോകുമ്പോഴൊക്കെ അവൾ സങ്കടപ്പെടും. ഒരു ചുമറപ്പുറത്ത് തൻ്റെ പ്രായക്കാരിയായ ഒരുവൾ ഇത്തരം സന്തോഷങ്ങളൊന്നുമില്ലാതെ മൂടിക്കെട്ടിയിരിക്കുമ്പോൾ താനിതൊക്കെ ആസ്വദിക്കുന്നത് എത്ര തെറ്റാണ്. തീർച്ചയായും ഇനി ഫിൽറ്റർ കോഫി ഉണ്ടാക്കുമ്പോഴും പരിമളം വേദനിക്കും. രത്നയെക്കുറിച്ച് ഓർക്കുകയും ചെയ്യും. പണ്ട് പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ ഞങ്ങൾ പുറത്തു പോകും. ആരുടെ കയ്യിലും അധികം പൈസയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഏതെങ്കിലും കുഞ്ഞു ഷോപ്പിലൊക്കെ കയറി എന്തായാലും ചെറിയ സാധനം ഓർഡർ ചെയ്ത് അത് കുടിച്ച് തീർക്കാതെയും തിന്ന് തീർക്കാതെയും എത്ര മണിക്കൂർ വേണേലും ഇരിക്കും. വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നും പോയും ഇരിക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട്. എന്ത് രസമായിരുന്നു. നമുക്ക് അങ്ങനെ വലുതുമൊക്കെ പറഞ്ഞിരിക്കാം. ഈ ചായ കുടിച്ച് തീരുന്നതുവരെ. ഇതൊരിക്കലും കുടിച്ച് തീരുകയും അരുത്. രത്നമേഖല ഉറക്കെ ചിരിച്ചു. പരിമള ഇഷ്ടമല്ലാഞ്ഞിട്ടും ചായ ഊതി കുടിക്കാൻ തുടങ്ങി. ഗ്ലാസ് വട്ടം കറക്കിക്കൊണ്ട് രത്നമേഖല പറഞ്ഞു, നീ തൂത്തുവാരിയില്ലേ കുറേ കടലാസ് കഷ്ണങ്ങൾ? ഇന്ന് രാവിലെ വലിയ വഴക്ക് നടന്നു. വിപിനൻ കീറിക്കളഞ്ഞതാണ് അതൊക്കെ. ജോലിക്കുള്ള അപേക്ഷ അയാൾ അറിയാതെ അയക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എങ്ങനെയും ടെസ്റ്റ് എഴുതാമെന്നും എഴുതിയാൽ കിട്ടാതിരിക്കില്ല എന്നുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നല്ല റാങ്കും വാങ്ങിയിട്ടാണ് ഞാൻ കോഴ്സ് പാസ്സായത്. ഒക്കെ വെറുതെ. പൂരിപ്പിച്ച് അലമാരയിൽ ഉടുപ്പുകളുടെ ഇടയിൽ വെച്ചിരുന്നതാണ്. എങ്ങനെ കണ്ടുപിടിച്ചതെന്നറിയില്ല. ഒരുപക്ഷെ അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ അവർ തമ്മിൽ എന്തൊക്കെയോ രഹസ്യ വിനിമയങ്ങളുണ്ടെന്ന്. രത്നമേഖലയുടെ മൂക്കിൻ തുമ്പ് തൊടുത്തു. അവളുടെ വെളുത്ത മുഖം ചുവന്നു തുറക്കുന്നത് കാണാൻ പരിമളത്തിന് ഇഷ്ടമാണ്. അതേസമയം അവൾക്ക് ഭീതിയും തോന്നും. സഹിക്കാനാവാത്ത സങ്കടവും രോഷവും ഉണ്ടാകുമ്പോഴാണ് രത്നമേഖലയുടെ മുഖം ഇങ്ങനെ നിറം മാറുന്നതെന്ന് ഇപ്പോൾ പരിമളത്തിനറിയാം. സാരമില്ല, സങ്കടപ്പെടണ്ട. അടുത്ത പാർട്ടി അയക്കാമല്ലോ. അവളെ ആശ്വസിപ്പിക്കാനായി പരിമളം തിരക്കിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ചാൻസ്. ജീവിതത്തിലൊരിക്കലും ഒരു രണ്ടാം ചാൻസ് കിട്ടാത്തവളാണ് ഞാൻ. ഇനി അടുത്ത തവണ ജോലിക്ക് വിളിക്കുമ്പോഴേക്ക് 3-4 വർഷം കഴിയും. ഞാൻ കൂടുതൽ പഴയതുമാകും. രത്നമേഖല കണ്ണീരോ ദീർഘനിശ്വാസമോ ഒന്നുമില്ലാതെ പറയുന്നത് കേട്ട് പരിമളത്തിന് ശ്വാസം മുട്ടി. വേറൊരു അപേക്ഷ പൂരിപ്പിച്ച് തന്നാൽ താനത് എങ്ങനെയെങ്കിലും അയപ്പിക്കാമെന്ന് പരിമളം വാക്കുകൊടുത്തതും അതുകൊണ്ടാണ്. അവൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു ജോലിക്കുള്ള അപേക്ഷ അയക്കാനൊന്നും അറിയില്ല. ജ്ഞാനശേഖർ അത് ചെയ്തു കൊടുക്കാനിടയില്ല. എന്നിട്ട് പരിമളം താനത് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തു. രത്നമേഖലയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യണം. നടക്കില്ലെന്ന അർത്ഥത്തിൽ രത്നം തലയാട്ടി. ഇന്നെങ്കിലും അയച്ചാലേ സമയത്തെത്തൂ. ലാസ്റ്റ് ഡേറ്റ് അടുത്തെത്തി. ഇനി പുതിയ ഫോം സംഘടിപ്പിച്ച് വീണ്ടും അയക്കലൊന്നും നടക്കില്ല. അത് പോട്ടെ, എല്ലാം പോട്ടെ. നിനക്കറിയോ എന്തൊരു ഇഷ്ടമായിരുന്നു എനിക്ക് ആ ജോലിയെന്ന്. മംഗലാപുരത്ത് വിടാൻ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. കാശുമില്ലായിരുന്നു. ഞാൻ വാശി പിടിച്ചു കരഞ്ഞു. പട്ടിണി കിടന്നു. ഒടുവിൽ അച്ഛൻ എങ്ങനെയൊക്കെയോ പണം സംഘടിപ്പിച്ച് പ്രദീപ ചേച്ചിയുടെ കൂടെ എന്നെ വിടുകയായിരുന്നു. ചേച്ചി അച്ഛനോട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മാമ വിഷമിക്കേണ്ട. കോഴ്സ് കഴിഞ്ഞാൽ വൈകാതെ ഇവൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയതോ ഈ ഹോം നഴ്സിൻ്റെ കൂലിയില്ലാത്ത വേലയും. പരിമളത്തിന് കരച്ചിൽ വന്നു. അത് രത്ന കാണാതിരിക്കാൻ അവൾ ചായ ഗ്ലാസ്സിലേക്ക് മുഖം പൂഴ്ത്തി. ഇഷ്ടമല്ലാത്ത ചായ കുടിക്കണ്ടടോ. നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് രത്നമേഖല അവളോട് പറഞ്ഞു. വേറെന്തെങ്കിലും മിണ്ടാം. സന്തോഷമുള്ള എന്തേലും. നീ പറയൂ പരിമളം. നിന്നെ ജ്ഞാനശേഖർ എങ്ങനെ തൊടുന്നതെന്ന്. നേരത്തെ നീ സൂത്രക്കാരി മിണ്ടിയില്ലല്ലോ. പരിമളത്തിന് അവിടെ നിന്ന് പോയാൽ മതിയെന്നായി. ലജ്ജ കൊണ്ടല്ല. അവൾക്കിതിനെപ്പറ്റി പറയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്ന് രത്നമേഖലയ്ക്ക് മനസ്സിലാവുന്നില്ലേ? ഇഷ്ടമല്ലാത്തതിനെപ്പറ്റി ചോദിക്കരുത്. എത്ര അടുപ്പമുള്ളവരായാലും ചോദിക്കരുത്. ഇതൊക്കെ അവരുടെ സൗഹൃദത്തിൻ്റെ ആദ്യ വർഷങ്ങളിലായിരുന്നു. പിന്നീട് കൂടുതൽ അടുപ്പമുണ്ടായ കാലത്തും പരിമളം സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒന്നും രത്നയോട് പറയാനിടയില്ല. നല്ലതല്ലാത്തതൊക്കെ ഉള്ളിൽ അമർത്തി വെക്കുന്ന ശീലക്കാരിയാണവൾ. ആർക്കും ഒരു സൂചന പോലും കിട്ടരുത്. അന്ന് അവൾ അതേപ്പറ്റി മിണ്ടില്ലെന്നറിഞ്ഞപ്പോൾ രത്നമേഖല മറ്റെന്തോ പറഞ്ഞ് വിഷയം മാറ്റി. പാൽക്കാരൻ്റെ മണിയടി കേട്ടിട്ടും പരിമളത്തെ കാണാഞ്ഞ് മാമിയാർ തിരക്കി വരുന്നതുവരെ അവരന്ന് സംസാരിച്ചിരുന്നു.
ഒരിക്കൽ പോലും ചുണ്ടോടടുപ്പിക്കാത്ത ഗ്ലാസ്സിലെ തണുത്ത ചായ കൊട്ടത്തളത്തിൽ കമിഴ്ത്തി. രത്നമേഖല പോകാൻ തുനിഞ്ഞ അവളോട് താങ്ക്സ് പറഞ്ഞു. ഇന്ന് നീയുടെ ഇത്ര നേരം ഇരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തൂങ്ങിച്ചത്തേനെ എന്ന് മന്ത്രിച്ചു. പരിമളത്തിന് ഉടലാകെ വിറച്ചു. ഞാൻ എന്നും വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ തിരിച്ചു പോയത്. പക്ഷേ തൊട്ട വീടുകളാണെങ്കിലും അവൾക്കങ്ങനെ എന്നും വരാനൊന്നും പറ്റില്ല. ഒന്നാമത് വിപിന് പകൽ ജോലിയുള്ള ദിവസമാകണം. ജ്ഞാനശേഖരം വീട്ടിലുണ്ടാവരുത്. പിന്നെ രത്നയ്ക്കും അവൾക്കും ജോലി തിരക്കില്ലാത്ത സമയം കിട്ടണം. അതൊക്കെ ഒന്നിച്ചു വരുന്നത് വല്ലപ്പോഴുമാണ്. അന്ന് പരിമളത്തെ തിരഞ്ഞു വന്ന മാമിയാർ വിനോദാമ്മയുടെ അടുത്തിരുന്ന് അവരെ തൊട്ട് തലോടി ഉണർത്തി. എന്തൊരു കിടപ്പാണെന്ന് സഹതപിച്ചു. ഇത്രയും വർഷങ്ങൾ കൊണ്ട് അവർക്ക് വിനോദിനിയോടുള്ള സൗഹൃദത്തിൽ വിള്ളലുകൾ വന്നിരുന്നു. തിരിച്ച് പ്രതികരണങ്ങളോ ചലനങ്ങളോ ഇല്ലാത്ത ഏതു ബന്ധത്തിലും സംഭവിക്കുന്ന നിശ്ചലത തന്നെ. അപൂർവമായി അവരിപ്പോൾ അകത്ത് കയറി ആ സ്ത്രീയുടെ അടുത്തിരിക്കാറുള്ളൂ. അമ്മയ്ക്ക് കൊടുക്കാൻ ഓട്സുമായി വന്ന രത്നമേഖലയോട് ഒരു കുളന്തയെ പെറ്റുകൂട്, പേരനെ പാത്താല് വിനോദിനി ജില്ലെന്ന് എഴുതിടും എന്നെല്ലാം പറയാൻ തുടങ്ങിയപ്പോൾ പരിമളം പുറത്തേക്ക് വലിഞ്ഞു. അതെല്ലാം 3-4 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഒരു പൊങ്കലിന് പരിമളം ഊരിൽ പോയി 2-3 ആഴ്ച നിന്നിട്ട് വരുമ്പോഴേക്കും വിപിനൻ ജ്ഞാനശേഖരനോട് പിണങ്ങിക്കഴിഞ്ഞിരുന്നു. വീട്ടുപക്കം വരക്കൂടാതെന്ന് വിലക്കുകയും ചെയ്തു. വിപിനന്റെ അതിരിൽ വേരു താഴ്ത്തിയതും ജ്ഞാനശേഖരന്റെ മുഖത്തേക്ക് ചാഞ്ഞു പടർന്നതുമായ ചെമ്പരത്തിക്കാട് വെട്ടിത്തെളിച്ചതുമായിരുന്നു പ്രശ്നം. അതിന്റെ ഇലകൾ വിനോദാമ്മ എണ്ണ കാച്ചാനും താളി പതിപ്പിക്കാനും പറിച്ചെടുക്കാറുണ്ടായിരുന്നു പണ്ട്. അവർ കിടപ്പിലായതിനു ശേഷം അതവിടെ ഉണ്ടെന്ന് പോലും ആരും ഓർത്തിട്ടില്ല. ചെമ്പരത്തി എണ്ണ ഇടുന്നത് കൊണ്ടാവാം വിനോദാമ്മയ്ക്ക് കറുത്തു താഴ്ച തലമുടി ഉണ്ടായിരുന്നു. പരിമള എത്രയോ തവണ അത് നോക്കി കൊതിച്ചിട്ടുണ്ട്. കിടപ്പിലായപ്പോൾ തലമുടി മുറിച്ചു കളയാൻ പലവരും രത്നമേഖല ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തൊട്ടുപോകരുതെന്ന് വിപിനൻ തടഞ്ഞു. അമ്മ അസുഖമെല്ലാം മാറി എണീറ്റ് വരുമ്പോൾ മുടി പോയതറിഞ്ഞാൽ സഹിക്കില്ല എന്നായിരുന്നു അയാളുടെ പേടി. പക്ഷേ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആ മുടിയൊക്കെ കൊഴിഞ്ഞ് ഇപ്പോൾ തലയോട്ടി അങ്ങിങ്ങു വെളിയിൽ കാണാം. തല കുളിപ്പിക്കുന്ന ദിവസങ്ങളിൽ ആ നീളം മുടി കഴുകാനും ഉണക്കാനും രത്നമേഖല കൂടുതൽ കഷ്ടപ്പെടുന്നുവെന്ന് മാത്രം. മറ്റൊരു പ്രയോജനവുമില്ല. പൊങ്കലിന് രാത്രി ജ്ഞാനശേഖരന്റെ വീട്ടിൽ വിരുന്നു വന്ന ആരോ മുറ്റത്തിട്ട കട്ടിലിൽ കിടന്ന് ചെമ്പരത്തിക്കാടിന്റെ അടിയിൽ പുളയുന്ന ഒരു തിളക്കം കണ്ടുപിടിച്ചു. വിഷപ്പാമ്പെന്ന് സംശയിച്ച് അവിടെയെല്ലാം തിരച്ചിൽ നടത്തുകയും വീടിന് പക്കത്തിൽ ഇപ്പോഴേ കാട് വളർത്തുകൂടാതെ എന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. പിറ്റേന്നേക്ക് അതിന്റെ ശാഖകൾ അയാൾ തന്നെ അടിയിൽ നിന്നേ മുറിച്ചു നീക്കുകയും ചെയ്തു. ജ്ഞാനശേഖരന് ഡേ ഡ്യൂട്ടിയായിരുന്നു. അയാൾ ഇതൊന്നും അറിഞ്ഞതേയില്ല. ആ മൂലയ്ക്കിലെ പച്ച കലർന്ന ഇരുട്ട് നീങ്ങി അവിടം വെളുത്തു. ഇപ്പോൾ മുറ്റത്തു നിന്ന് നോക്കിയാൽ 2 വീട്ടുകാർക്കും പരസ്പരം കൂടുതൽ തെളിമയോടെ കാണാം. ജോലി കഴിഞ്ഞെത്തിയ വിപിനെ ഈ കാഴ്ച കുപിതനാക്കി. അയാൾ സ്വന്തം വീട്ടിൽ കയറും മുമ്പേ പരിമളത്തിന്റെ വീട്ടിലേക്ക് വന്നു. കാട് വെട്ടിക്കളഞ്ഞ വിരുന്നുകാരൻ അപ്പോഴേക്ക് ഊരിലേക്ക് വണ്ടി കയറി കഴിഞ്ഞിരുന്നു. ജ്ഞാനശേഖരന് വിപിനൻ ചോദിക്കുന്നത് പറയുന്നത് എന്താണെന്ന് പോലും ആദ്യം മനസ്സിലായില്ലെന്നും അയാളാകെ പകച്ചുപോയെന്നും മാമിയാർ അവളോട് പറഞ്ഞു. ഒരുപാട് ബഹളം വെച്ചിട്ടാണ് അന്ന് വിപിനൻ പോയത്. ഒച്ച കേട്ട് പക്കത്ത് വീട്ടുകാരെല്ലാം ഓടി വന്നു. ഇനിമേൽ ആ വീടുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് നല്ലത്, മാമിയാർ അവളെ ഉപദേശിച്ചു. ആണുങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ പെണ്ണുങ്ങളെ എങ്ങനെ ബാധിക്കേണ്ടതില്ല. അവർ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ പെണ്ണുങ്ങൾക്ക് മിണ്ടാം, പലതും പങ്കുവയ്ക്കാം. കുറച്ചൊന്ന് ജാഗ്രത വേണമെന്നേയുള്ളൂ. അതുകൊണ്ട് ആ പിണക്കമോ മാമിയാരുടെ വാക്കുകളോ പരിമള ആദ്യം ഗൗരവമായി എടുത്തിരുന്നില്ല. പക്ഷേ തിരിച്ചു വന്ന് 2 ദിവസത്തിനകം പൈപ്പിൻ ചുവട്ടിൽ വെച്ച് രത്നമേഖലയോട് മിണ്ടാൻ നടത്തിയ ഉദ്യമം കണ്ടുപിടിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ജ്ഞാനശേഖരന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുകയും ചെയ്തതോടെ ഒന്നുമാത്ര ലളിതമല്ലെന്ന് പരിമളത്തിന് ബോധ്യം വന്നു. ജ്ഞാനശേഖരന് രത്നമേഖലയെ ഒളിച്ചു കാണാനാണ് അയാൾ ആ ചെമ്പരത്തിക്കാട് വെട്ടി വെളുപ്പിച്ചതെന്ന് വരെ വിപിനൻ പറഞ്ഞുവെന്ന് പരിമള അറിഞ്ഞതും അപ്പോഴാണ്. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങളായി. പിന്നീട് ഇതുവരെ ഇരുവരും പരസ്പരം മിണ്ടിയിട്ടില്ല. രത്നമേഖലയുടെ ജീവിതം തൊട്ടപ്പുറത്ത് പുകഞ്ഞു കത്തുന്നത് പരിമള അറിയുന്നുണ്ട്. വിനോദാമ്മയ്ക്ക് പിന്നെയും വയസ്സായിട്ടുണ്ടാവും. അവരെ എണീപ്പിക്കാനും കുളിപ്പിക്കാനുമൊക്കെ രത്നം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുമുണ്ട്. കുടിക്കാത്ത ചായ ഗ്ലാസുകൾക്ക് മുന്നിലിരുന്ന് അവർ പറഞ്ഞു തീർത്ത വർത്തമാനങ്ങളെക്കുറിച്ച് പരിമളം വേദനയോടെ ഓർക്കും. അവൾ തൻ്റെ സ്നേഹിതയായിരുന്നു, എന്തും തുറന്നു പറയാവുന്ന സ്നേഹിത. പക്ഷേ എത്ര നിർഭാഗ്യകരമായിരുന്നു. പരിമളം തൻ്റെ ഹൃദയത്തിൽ വിയർപ്പ് മുട്ടിക്കിടക്കുന്നതൊന്നും അവളോട് പറഞ്ഞില്ല. അടുത്ത തവണയെന്ന് ഓരോ പ്രാവശ്യവും നീട്ടിവെച്ചുകൊണ്ടേയിരുന്നു. ഇനിയൊരിക്കലും കിട്ടാനിടയില്ലാത്ത അടുത്ത തവണ. എവിടെയും പോകാനില്ലെന്ന അറിവ് പോലെ നമ്മളെ ഒരുക്കിക്കളയുന്ന വേറൊന്നുമില്ലെന്ന് രത്നമേഖല ഒരു ദിവസം പരിമളത്തോട് പറഞ്ഞു. അവരുടെ ആണുങ്ങൾ പിണങ്ങുന്നതിനും കുറച്ചുനാൾ മുമ്പാണത്. അവർ അടുക്കള ഭാഗത്തെ വേലിക്കിരുവശവും നിൽക്കുകയായിരുന്നു. രത്നമേഖല അമ്മയുടെ തുണികൾ സോപ്പിട്ടലക്കി ഡെറ്റോൾ കലർത്തിയ വെള്ളത്തിൽ ഒലുമ്പി അല്പം നീലവും മുക്കി നല്ല വെയിലത്ത് വിരിച്ചു കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിടുകയായിരുന്നു. അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ തുണികളിൽ ബാക്ടീരിയകളും ഫംഗസുമൊക്കെ വളരാനിടയുണ്ട്. രോഗിക്ക് ഉപയോഗിക്കാനുള്ളതാണ്, വളരെ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് അതൊക്കെ ഇസ്തിരിയിട്ടാണ് ഉണക്കിയിരുന്നത്. പരിമളം മാമിയാരുടെ തോട്ടത്തിന് നടുക്കുള്ള ഇത്തിരി ഇടത്തിൽ പായ വിരിച്ച് ചുണ്ടങ്ങ ഉണക്കുകയായിരുന്നു. ടാങ്കിന് മുകളിലെ കോൺക്രീറ്റ് സ്ലാബിൽ പച്ചമണവും നിറവും മാഞ്ഞ ചുണ്ടങ്ങകൾ
തൈരിൽ മുക്കി ഉണങ്ങാൻ കിടന്നു. അവൾക്ക് ഉച്ചയ്ക്ക് ശേഷം മാമിയാർക്കൊപ്പം കോവിലിൽ പോകാനുണ്ട്. കൊടുമ്പിന് തേരാണ്. തൊഴുത് തേര് വലിച്ചാൽ മനസ്സിന് വിചാരിച്ച കാര്യം നടക്കുമത്രേ. മാമിയാർ ഇപ്പോഴാണ് ആഗ്രഹിക്കുന്നത് ജ്ഞാനശേഖരന് ഒരു കുഞ്ഞുണ്ടാകണമെന്നത് മാത്രമാണ്. കല്യാണം കഴിഞ്ഞ് 7-8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മച്ചിയാണെന്ന ബന്ധുക്കളും കുടുംബക്കാരുമൊക്കെ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇപ്പോഴത് ഉറക്കെയായിരിക്കുന്നു. മരുതക ഇതൊക്കെ കേട്ടിട്ടും ഏറെ നാളുകളൊന്നും പറയാതിരുന്നു. പക്ഷേ തൻ്റെ മരുമകൾ ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യമോ ഒട്ടും വിഷമമോ കാണിക്കാതിരിക്കുന്നത് അവരെ കുപിതയാക്കുന്നുണ്ടായിരുന്നു. ജ്ഞാനശേഖരിൽ നിന്ന് അകലെ ഇരിക്കാനാണ് അവൾക്ക് എപ്പോഴും ഇഷ്ടമെന്ന് മരുതകത്തിന് തോന്നി. അവരെ ഒന്നിച്ചാക്കാനും കൂടിയാണ്. മരുതകം പലപ്പോഴും ദിവസങ്ങൾ നീളുന്ന ക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെ പുറപ്പെടുന്നു തന്നെ. പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്കും അവർ തീണ്ടായിരിയായിരിക്കുന്ന പരിമളത്തെ കണ്ട് വിഷാദവതിയായി. അവൾക്കാവട്ടെ അതിലൊന്നും ഒരു വിഷമവുമില്ല, വേവലാതിയുമില്ല. മരുതകം ഇപ്പോൾ തരം കിട്ടുമ്പോഴൊക്കെ കുത്തുവാക്കുകൾ പറയാനും പരിമളത്തെ കുറ്റപ്പെടുത്താനും മടിക്കാറില്ല. അതിനിടയിൽ പോലും പ്രതീക്ഷ കൈവിടാതെ മരുമകളെയും കൊണ്ടവൾ പോകാൻ പറ്റുന്ന കോവിലുകളിലൊക്കെ പോകുന്നു. വ്രതങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് മാത്രം കുഞ്ഞുണ്ടാവില്ല എന്ന് മരുതകത്തിനറിയാം. അതിന് ആണും പെണ്ണും ചേർന്നിരുന്ന് തന്നെ ആകണം. പക്ഷേ പരിമളത്തിനും ജ്ഞാനശേഖരനും ഇടയിലുള്ള മുറുക്കങ്ങളൊക്കെ അഴിഞ്ഞഴിഞ്ഞു പോകുന്നത് അവർ കാണിക്കാതിരിക്കുന്നില്ല. മല്ലിപ്പൂ ചൂടി ചമഞ്ഞൊരുങ്ങി പരിമളത്തോട് ജ്ഞാനശേഖരനൊപ്പം സിനിമയ്ക്ക് പോകാനും കോട്ട മൈതാനത്ത് കാറ്റുകൊള്ളാൻ പോകാനുമൊക്കെ മരുതകം നിർബന്ധിച്ചു വിടാറുണ്ട്. സിനിമ കാണുന്നത് എത്രയോ ഇഷ്ടമായിട്ടും മരുതകം അവർക്കൊപ്പം പോകാതിരിക്കാനും ശ്രദ്ധിക്കും. എന്നിട്ടും അവർ രണ്ടുപേരും ഇണങ്ങുകയല്ല. ഒഴുകി കൂടുതൽ അകലങ്ങളിലേക്ക് പരക്കുകയാണ്. മരുതകം സ്വന്തം ഗതികേടോർത്ത് തലയിലിടിക്കും. മൂക്കുറ്റം കുടിച്ച് മിക്ക ദിവസവും തൻ്റെ മേലെ കയറുമായിരുന്ന മുനിയപ്പൻ. 24 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും എണ്ണമറ്റ ഇണചാരികളുണ്ടായിട്ടും മരുതകത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരൊറ്റ വിത്തേ മുളച്ചുള്ളൂ. അത് തൻ്റെ കുഴപ്പമായിരുന്നില്ലെന്നും മുനിയപ്പൻ്റെ ബീജങ്ങളുടെ ദൗർബല്യമായിരുന്നെന്നും മരുതകം ഉറച്ചു വിശ്വസിക്കുന്നു. അതേ പാരമ്പര്യമാവണം ജ്ഞാനശേഖരനും. നിരന്തരമായ പരീക്ഷണങ്ങളുടെ തുടർച്ചയായേ ഒരു തവണയെങ്കിലും ഇക്കാര്യത്തിൽ ജ്ഞാനശേഖർക്ക് വിജയിക്കൂ എന്ന തോന്നലാണ് മരുതകത്തിന് എപ്പോഴും ഉള്ളത്. പക്ഷേ അവൻ ശ്രമിക്കുന്നില്ല. അവൾ പ്രലോഭിപ്പിക്കുന്നുമില്ല. ജ്ഞാനശേഖർ വീട്ടിലുള്ള പകൽ നേരങ്ങളിലൊക്കെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. രാത്രികളിലും അവർക്കിടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടാവുമോ? മരുതകത്തിന് സംശയമാണ്. 2 പേർക്കും പ്രായവും കടന്നു പോകുന്നു. അവളുടെ മകന് ഒരു സന്താനമുണ്ടായേ മതിയാവൂ. അത് ആൺകുളന്തയാവുകയും വേണം. എങ്കിലും ജ്ഞാനശേഖരനെ കൊണ്ട് വേറൊരു തിരുമണം ചെയ്യിക്കുന്നതിനെക്കുറിച്ച് അക്കാലത്ത് മരുതക ആലോചിച്ചു തുടങ്ങിയിരുന്നില്ല. ആൾത്തിരക്കുള്ള കോവിലുകളിൽ പരിമളത്തെ ശ്വാസം മുട്ടിക്കും. ഞായറാഴ്ചകളിൽ ഹനുമാൻ കോവിലും ചൊവ്വാഴ്ച മാരിയമ്മൻ കോവിലുമൊക്കെ തൊഴാൻ മാമിയാർ നിർബന്ധിച്ചു കൊണ്ടുപോകാറുണ്ട്. ആ ദിവസങ്ങൾ വിശേഷപ്പെട്ടവയായതുകൊണ്ട് അവിടെ ധാരാളം ആളുകളുണ്ടാവും. കോട്ടയുടെ കവാടം കടന്ന് ചെല്ലുമ്പോൾ അങ്ങിങ്ങ് ഉണ്ടാക്കിയിട്ടിരുന്ന വലിയ കൽപ്പടികളിൽ വെറുതെ ഇരിക്കാനാണ് പരിമളത്തിനിഷ്ടം. മാരിയൻ കോവിലും പവിഴമല്ലികൾ ഉതിർന്നു വീഴുന്ന തണലിടങ്ങളുണ്ട്. ഒച്ചയും അനക്കവുമില്ലാത്ത ആളൊഴിഞ്ഞ സമയങ്ങളിൽ അവിടെ ഇങ്ങനെ അലസമായിരിക്കാൻ എത്ര രസമായിരിക്കും. പരിമളത്തിന് പക്ഷേ ഒരിക്കലും അതൊന്നും സാധിച്ചിട്ടില്ല. തിക്കിത്തിരക്കി തൊഴുത് എത്ര പ്രാർത്ഥിച്ചാലും മതിവരാത്ത മാമിയാർക്കൊപ്പം കാത്തുനിന്ന് വടമാലയുടെ തുണ്ടുകളും സിന്ദൂരവും മഞ്ഞൾ തരികളുമൊക്കെ പ്രസാദമായി സ്വീകരിച്ച് ഇടം വലം നോക്കാതെ തിരക്കിട്ട് തിരിച്ചു പോരേണ്ടി വരും. അതിലും കഷ്ടമാണ് ഉത്സവങ്ങൾക്കുള്ള യാത്രകൾ. ആളുകൾ തിങ്ങി നിറഞ്ഞ ബസ്സിൽ കയറുമ്പോൾ തന്നെ പരിമളത്തിന് തലവലി തുടങ്ങും. വിയർപ്പും പലതരം സുഗന്ധങ്ങളും ദേഹത്തുയരുന്ന പുത്തൻ പുടവകളുടെ മിനുമിനുപ്പുമെല്ലാം ചേർന്ന് ഛർദ്ദിക്കാനും വരും. വല്ലപാടും ഇറങ്ങി ആൾത്തിരക്കിൽ വലഞ്ഞ് കഷ്ടപ്പെട്ട് ആ ഓർമ്മയിൽ പോലും അവളുടെ നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ഇപ്പോൾ ചുണ്ടക്കയുണക്കാൻ അവൾ ഇരിക്കുന്നത് തന്നെ കടുത്ത തലവേദനയുമായാണ്. വെയിലത്തിരുന്ന് അവൾ അതിനെ ആറ്റി നോക്കുകയാണ്. കൊടുമ്പിന് തേരുവലിക്ക് അവൾക്ക് പോകുകയേ വേണ്ട. ഇടുങ്ങിയ തെരുവിൽ ശ്വാസം മുട്ടിക്കുന്ന ജനപ്രവാഹത്തിനിടയിൽ നിന്ന് അലങ്കരിച്ച രഥചക്രങ്ങളിൽ തൊട്ടാൽ മതി. തേര് വലിച്ചതുപോലെ പുണ്യമാണ്. പക്ഷേ അതത്ര എളുപ്പമല്ല. എത്ര കൈകൾ അതിലേക്ക് നീളുന്നുണ്ടാവും. അതിസാമർത്ഥ്യത്തോടെ പൊരുതി നിന്നാൽ മാത്രമേ അതിലൊന്ന് തൊടാൻ കഴിയൂ. തൊടുന്ന രാത്രിയിൽ തന്നെ തള്ളി മാറ്റപ്പെടുകയും ചെയ്തു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാലൻസ് തെറ്റി താഴെ വീഴാം. അതിനുവേണ്ടി മത്സരിക്കാൻ പരിമളത്തിന് താല്പര്യമില്ല. പക്ഷേ മാമിയാരെ ഭയന്ന് അവൾ അതൊക്കെ ചെയ്യും. തേർചക്രത്തിൽ തൊട്ടില്ല എന്ന നിമിഷത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മറന്നു പോവുകയും ചെയ്യും. ശൂന്യമായ മനസ്സോടെ മാമിയാർ പറയുന്നതൊക്കെ യാന്ത്രികമായി അനുസരിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവൾക്ക് കണ്ടുപിടിക്കാനാവില്ലല്ലോ എന്നോർത്തവൾ കുറച്ചൊന്നുമല്ല ആശ്വസിക്കുക. ഇത്തരം യാത്രകൾ അവളെ വെറുപ്പിക്കുന്നു. അപ്പോഴാണ് രത്നമേഖല എങ്ങും പോവാനില്ലാത്തതിനെപ്പറ്റി ആവരാതി പറയുന്നത്. പരിമളത്തിന് രത്നമേഖലയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എന്ന പോലെ അതികലശലായ കുറ്റബോധമുണ്ടായി. ആളും ആരവവും നിറഞ്ഞ ഉത്സവപ്പറമ്പിലേക്ക് പുത്തൻ ചേല ചുറ്റി പണ്ടങ്ങളണിഞ്ഞ് പൂച്ചൂടി പോകും തോർത്ത് താൻ അസ്വസ്ഥതയാവുന്നു.
ഈ പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി ഉല്ലാസത്തോടെ എവിടെയെങ്കിലും പോയിട്ട് കാലം എത്രയായിരിക്കും? വീട്ടിലുള്ള നിശ്ചലമായ രോഗിയെയും സദാ അരിശം വിഴുങ്ങിയ ഭാവമുള്ള വിപിനെയും അല്ലാതെ അവൾ ആരെയും കാണാറ് പോലുമില്ല. അവളെ തേടി ആരും വരാറുമില്ല. ഇന്ന് വെള്ളിയല്ലേ, നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? സിനിമ മാറുന്ന ദിവസമല്ലേ? അതോ ഏതെങ്കിലും അമ്പലത്തിൽ? നിന്റെ മാമിയാർ എന്തൊക്കെയോ ഉണ്ടാക്കുകയാണല്ലോ, പുറത്തു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി, രത്നമേഖല ചോദിച്ചു. അടുക്കളയിൽ നിന്ന് ചീറ്റലും കൂക്കലുമൊക്കെ കേൾക്കുന്നുണ്ട്. മാമിയാർ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. രാത്രി അഥവാ തിരിച്ചു വരാൻ വൈകിയാലും ജ്ഞാനശേഖരൻ്റെ ഊണിൻ്റെ സമയം തെറ്റരുത്. എലുമിച്ചപ്പഴ സാദമായിരിക്കണം ഉണ്ടാക്കുന്നത്. നാരങ്ങ അന്വേഷിച്ച് അവർ നടക്കുന്നത് പരിമളം കണ്ടിരുന്നു. പാത്രത്തിനുള്ളിൽ വാഴയില വിരിച്ച് അതിലേക്ക് ചൂടോടെ കുടഞ്ഞിട്ട് അടച്ചു വെച്ചാൽ രാത്രിയും ഇളം ചൂടുണ്ടാവും. ഊരുകായ് ചേർത്ത് കഴിക്കാൻ എന്തൊരു രുചിയാണ്. പരിമളത്തിന് നാവിൽ വെള്ളം മൂറി. അടുക്കളയിലെ ജോലികൾ തീർത്താൽ മാമിയാർ മൂളിപ്പാട്ടുമായി മുൻവരാന്തയിലിരുന്ന് അറുത്തുവെച്ച മല്ലിമുട്ടുകൾ കോർക്കാൻ തുടങ്ങും. വാഴനാര് പാകത്തിന് കുതിർത്ത് വെച്ചിട്ടുണ്ട് പരിമളം. അവർക്കിന്ന് കോവിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ആ മല്ലിമാലകൾ. അതും ഇന്ന് തേരിലണിയിക്കും. മാമിയാരുടെ പ്രാർത്ഥനകളുടെ മൂർത്ത രൂപമാണത്. പോകാനുണ്ട്, കൊടുമ്പിൽ തേര്. പരിമളം വേലിയിൽ പടർന്ന നീല ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ നുള്ളി ഉദാസീനതയോടെ പറഞ്ഞു. സർക്കിട്ടുകാരി എന്ന് വിളിച്ച് രത്നമേഖല അവളുടെ കവളിൽ തലോടി. പരിമളത്തിൻ്റെ കണ്ണുകൾ നനഞ്ഞു. ഒപ്പം വിചിത്രവും സാഹസികവുമായ ഒരു പദ്ധതി അവളുടെ ഉള്ളിൽ രൂപപ്പെടുകയും ചെയ്തു. വിപിനൻ കുറച്ചു മുമ്പാണ് യൂണിഫോമിൽ പുറത്തു പോകുന്നത് കണ്ടത്. ഈവനിങ് ഷിഫ്റ്റ് ആയിരിക്കണം. രാത്രി 9 മണിക്ക് അത് തീരൂ. വീട്ടിലെത്താൻ പിന്നെയും സമയമെടുക്കും. രത്നമേഖലയ്ക്ക് കൂടി തങ്ങളുടെ ഒപ്പം വരാം. ആരും അറിയില്ല. ലൈറ്റുകളെല്ലാം തെളിച്ചിട്ടിട്ട് പോയാൽ വിനോദമ്മ പേടിക്കില്ല. എത്ര കാലമായി അവളെ എവിടെയെങ്കിലും പോയിട്ട്? ഉത്സവങ്ങളും ആൾക്കൂട്ടവും ഒക്കെ അവൾക്ക് ഇഷ്ടമായിരിക്കില്ലേ? ഒന്നുമല്ലെങ്കിൽ അവൾക്ക് മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. വളരെ ആശ്വാസമുണ്ടാവും. ആവേശത്തോടെ പരിമളം രത്നയോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. പക്ഷേ പരിമളത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് രത്നമേഖല പൊട്ടിച്ചിരിച്ചു. നിനക്ക് എന്നെ കൊലയ്ക്ക് കൊടുത്തേ മതിയാവുമല്ലേ? അതൊന്നും നടക്കില്ല പരിമളം. വിപിനെങ്ങാനും അറിഞ്ഞാലത്തെ കഥ ഒന്ന് ഓർത്തു നോക്കൂ. അറിയാനുള്ള സാധ്യതകളാണെങ്കിൽ ചുറ്റുമുണ്ട് താനും. അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നതല്ല. അങ്ങനെ പോയതായി അയാൾ അറിയുന്നതാണ് പ്രശ്നം. അതും ചിട്ടിക്ക് കാശടയ്ക്കാൻ പോകുന്നതല്ല ഉത്സവത്തിന്. എനിക്കിവിടെ നിന്ന് മോചനമില്ല കുട്ടി. എൻ്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നത് എണീക്കാൻ വയ്യാത്ത, പാതിബോധം പോലുമില്ലാത്ത ഒരു സ്ത്രീയാണെന്നത് എത്ര വിചിത്രമാണെന്ന് ഞാനെപ്പോഴും ഓർക്കും. പരിമള നിരാശയോടെ ശംഖുപുഷ്പം പിച്ചിപ്പറിച്ചു. അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. രത്നമേഖലയ്ക്കൊപ്പം ഒരു യാത്ര അവളെ വല്ലാതെ പ്രലോഭിപ്പിച്ചിരുന്നു. അതും ഒരു ഒളിയാത്ര. വിപിനെ കബളിപ്പിച്ചിട്ടാണ് ആ യാത്ര എന്നത് അതിനെ കൂടുതൽ സന്തോഷകരമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രത്നമേഖല ആ പദ്ധതി ആലോചനയ്ക്ക് പോലും കൊള്ളാതാവുന്നതായി പരിഗണിച്ചില്ല. അവളെ സന്തോഷിപ്പിക്കണമെന്ന്, അവൾക്ക് തന്നെ കൊണ്ടാവുന്ന പോലെ ആനന്ദത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു തരികളെങ്കിലും നൽകണമെന്ന് പരിമള എത്രയധികം ആഗ്രഹിക്കുന്നു. സാരമില്ല പരിമളം, നീ വിഷമിക്കേണ്ട. എൻ്റെ അമ്പലം ഈ ക്വാർട്ടേഴ്സാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ വിപിനൻ്റെ അമ്മയും. ഞാനതിന് മുന്നിൽ കുനിയുന്നു, നമസ്കരിക്കുന്നു, തൊഴുന്നു, അഭിഷേകം നടത്തുന്നു. എല്ലാ ശിലാവിഗ്രഹങ്ങളെയും പോലെ ഈ പ്രതിഷ്ഠയും കണ്ണു തുറക്കില്ല, ആശീർവദിക്കില്ല. ഒന്നും തരില്ല എന്ന് പറയാൻ വയ്യ. അനുഗ്രഹങ്ങളല്ല, ശിക്ഷകളാണ് തരുന്നതെന്ന് മാത്രം. പരിമളത്തിന് ദേഷ്യവും സങ്കടവും സഹിക്കാതായി. അവൾ എന്താണ് പറയേണ്ടതെന്നറിയാതെ അസ്വസ്ഥയായി. രത്നമേഖല പഠിപ്പുള്ളവളാണ്. അവൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? വിപിനൻ്റെ അമ്മ വിപിനൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അവരുമായി ഒരു വൈകാരിക ബന്ധവുമില്ലാത്ത രത്നമേഖല എന്തിനാണ് അവരെ ചുമന്ന് നടക്കുന്നത്? പരിമളത്തിൻ്റെ മുഖം സങ്കടം കൊണ്ട് വീർക്കുന്നതും കണ്ണു നിറയുന്നതും കണ്ട് രത്നമേഖല അവളുടെ കൈകളിൽ സ്നേഹത്തോടെ തൊട്ടു. നീ സങ്കടപ്പെടാതെ. എനിക്ക് വരാൻ സാധിക്കില്ല കുട്ടി. ഈശ്വരവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. സത്യം പറഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പിൽ ബഹളങ്ങൾക്കിടയിലൂടെ വെറുതെ അലഞ്ഞു നടക്കാനൊക്കെ എനിക്ക് എത്രയോ കൊതി തോന്നുന്നുണ്ടെന്നറിയോ? പക്ഷേ സാരമില്ല. മലമുകളിലേക്ക് വഴികളേറെയുണ്ടെങ്കിലും മുകളിലെത്തിയാൽ എല്ലാവരും കാണുന്നത് ഒരേ ചന്ദ്രനെയാണെന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ? നീ അമ്പലത്തിൽ ചെന്ന് തൊഴൂ. ഞാൻ ഈ ഇരുട്ടുമുറിയിൽ വിപിനൻ്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കാം. മാർഗം വ്യത്യസ്തമാണെങ്കിലും നമ്മൾ രണ്ടാളും ഒരേ ദൈവത്തെ കാണുന്നു. പരിമളത്തിന് ഒന്നും മനസ്സിലായില്ല. ആ തിരക്കിൽ കാല് നിലത്ത് കുത്താൻ പോലും ആവാത്ത വിധം ഒഴുകി നടക്കുമ്പോഴോ, കയ്യെത്തിച്ച് പലവിധ സർക്കസ് കാട്ടി തേർചക്രങ്ങളിൽ തൊട്ടെന്ന് വരുത്തുമ്പോഴോ അവളൊരു ദൈവത്തെയും കണ്ടിട്ടില്ല. ആ സമയത്ത് ദൈവവിചാരമൊന്നും ഉണ്ടായിട്ടുമില്ല. പ്രാർത്ഥിക്ക്, വരും കൊല്ലം കൊളന്തയുമായി വന്ന് തേര് തൊഴാമെന്ന നേര് എന്നൊക്കെ മരതത്തിൻ്റെ വെറ്റില ചാറു മണക്കുന്ന വാക്കുകൾ ചെവിയിൽ മുഴങ്ങുമ്പോൾ പരിമളത്തിൻ്റെ മനസ്സ് ഒന്നുകൂടി ശൂന്യമാവുകയാണ് പതിവ്. രത്നമേഖല ദൈവത്തെ കാണുന്നുവെന്ന് പറയുന്നതും ആ അർത്ഥത്തിലായിരിക്കുമോ? അതും വിനോദ അമ്മയുടെ കട്ടിലിനരികിലിരുന്ന്. അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങിയ ആ നിമിഷം തന്നെ തൻ്റെ ഉള്ളിലൊരു ഒഴുക്കുണ്ടായതായി പരിമളം തിരിച്ചറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വരേണ്ട തീണ്ടാരി നേരത്തെ എത്തിയതെന്ന് അവൾക്ക് മനസ്സിലായി. പതിവുള്ള അടിവയർ കടച്ചിലോ ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങുന്ന നെഞ്ചിരിച്ചിലോ ഒന്നുമില്ലാതെ, ഒരു സൂചനയുമില്ലാതെ അതിങ്ങ് വന്നിരിക്കുന്നു.
അവൾക്കുണ്ടായ ആശ്വാസത്തിന് അളവില്ലായിരുന്നു. ഇന്നത്തെ യാത്ര മുടങ്ങിക്കിട്ടും. ഇപ്പോൾ വരാമെന്ന് രത്നമേഖലയോട് പറഞ്ഞ് അവൾ പിന്നിലെ വാതിൽ തുറന്ന് അകത്തേക്ക് പോയി. അവൾ തിരിച്ചെത്താൻ ഏറെ നേരമെടുത്തു. മാമിയാരോട് അക്കാര്യം ദൂരെ നിന്ന് പറഞ്ഞതോടെ അവർ പൊട്ടിത്തെറിച്ചു. വാത്തോരാതെ കുത്തുവാക്കുകൾ പറഞ്ഞു. തീണ്ടാരി നേരത്തെ എത്തിയത് തൻ്റെ പിഴയാണെന്ന ഭാവത്തിൽ മുഖം കുരിച്ചു നിന്ന് അതൊക്കെയും കേട്ടു പരിമള. നീങ്ങുന്നില്ലേ? തൊടാതെ, ശുദ്ധം മാറാതെ, അവർ അവസാനം ദേഷ്യത്തോടെ ആക്രോശിച്ചു. പരിമള ആശ്വാസത്തോടെ പുറത്തേക്ക് വലിഞ്ഞു. മാമിയാർ ഈ യാത്ര മുടക്കുകയൊന്നുമില്ല. ജ്ഞാനശേഖർ കൂടെ പോവുമായിരിക്കും. പുറത്ത് രത്നമേഖല അവളെ കാത്ത് അപ്പോഴും അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. അകത്ത് അമ്മ ഉറങ്ങുകയാവണം. അല്ലെങ്കിൽ അവൾ ഇത്ര നേരം പുറത്തു നിൽക്കാൻ സാധ്യതയില്ല. തൻ്റെ കോവിലിൽ പോക്ക് മുടങ്ങിയ കഥ പരിമളം സന്തോഷം മറച്ചുവെക്കാതെ രത്നമേഖലയോട് പറഞ്ഞു. അവൾക്കും ചിരി വന്നു. നന്നായി, നീ അകത്തേക്ക് വരൂ. നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാം. വിപിന് ഈവനിങ് ഷിഫ്റ്റാണല്ലോ. മാമിയാർ പോകുന്നതുവരെ പുറത്ത് ചുറ്റിപ്പറ്റി നിന്ന് അവർ പോയതും അകത്തു കടന്ന് വിളമ്പി മാറ്റിവെച്ച ഭക്ഷണം കഴിച്ച് വാതിലുകൾ അടച്ച് പരിമള രത്നമേഖലയുടെ വീട്ടിലെത്തി. വിപിനിൻ്റെ അമ്മ അപ്പോഴും ഉറക്കമാണ്. താൻ വിപിനില്ലാത്തപ്പോൾ അമ്മയ്ക്ക് ചില ഗുളികകൾ അല്പം ഡോസ് കൂട്ടി കൊടുക്കുന്നുണ്ടെന്ന് രത്നം കള്ളച്ചിരിയോടെ പറഞ്ഞു. ഈ മയക്ക അതിൻ്റെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അസുഖമുണ്ടായ കാലത്ത് ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നുകളാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്നും ഇപ്പോഴത്തെ ദേഹസ്ഥിതി പരിശോധിച്ച് മരുന്നുകളിൽ മാറ്റം വരുത്തണമെന്നും രത്നമേഖല ആദ്യമൊക്കെ വിപിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അയാൾ അതിന് തയ്യാറായില്ല. അമ്മയ്ക്ക് പുതിയതായി ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും അയാൾ അവളെ താക്കീത് ചെയ്തു. നീ നേഴ്സിംഗ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഡോക്ടറാവാൻ ശ്രമിക്കരുത്, അയാൾ കനത്ത ഒച്ചയിൽ ശാസിച്ചു. പഴയ പ്രിസ്ക്രിപ്ഷനുകൾ ഉപയോഗിച്ച് വിപിനൻ എല്ലാ മാസവും അമ്മയ്ക്ക് വേണ്ട മരുന്നുകൾ കൊണ്ടുവന്നു. രത്നമേഖല അയാളറിയാതെ അതിൽ ചില ഏറ്റക്കുറിച്ചിലുകൾ വരുത്തും. 5-6 വർഷം പ്രായമായ രോഗമാണ്. അന്നത്തെ മരുന്നുകൾ അതേ അനുപാതത്തിൽ കൊടുത്താൽ മതിയാകില്ല. ചിലതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ദീർഘകാലം കഴിക്കാനുള്ളവയല്ല അതൊന്നും. പലതും രോഗിയെ ദോഷകരമായി ബാധിക്കാനിടയുണ്ട്. ചിലപ്പോൾ രത്നമേഖല ഓർക്കും, ഇതിലധികം അവർക്ക് എന്താണ് ദോഷം വരാനുള്ളത്. കല്യാണ ദിവസം രാത്രി അടുക്കളയിലിട്ട മേശക്കരികിൽ രത്നമേഖലയെ ഇരുത്തി ഏതൊക്കെയോ സ്ത്രീകൾ അവൾക്കരികിൽ നിന്ന് കഴുത്തിലിട്ടതും കയ്യിലിട്ടതുമൊക്കെ പരിശോധിച്ചുകൊണ്ട് അവളോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ മാത്രം പുറത്തിരിഞ്ഞു നിന്ന് അടുപ്പിലെന്തോ ഇളക്കുകയായിരുന്നു. എടി വിനോദിനി, ഇങ്ങ് വന്നേ എന്നാരോ എന്തോ കൗതുകം കണ്ടുപിടിച്ച് അരികിലേക്ക് ക്ഷണിച്ചപ്പോൾ ചുവന്നു തുടുത്ത മുഖവുമായി അവർ ഞെട്ടിത്തിരിഞ്ഞു. ആളിക്കത്തുന്ന തീയുടെ പശ്ചാത്തലത്തിൽ ആ സ്ത്രീ അതിസുന്ദരിയാണെന്ന് രത്നമേഖലയ്ക്ക് ഒരു നിമിഷം തോന്നി. എനിക്ക് പണിയുണ്ട്, ചന്തം കണ്ടിരുന്നാൽ അത്താഴപട്ടിണിയാവും എന്നുറക്കെ പറഞ്ഞ് അവർ വീണ്ടും പുറംതിരിഞ്ഞു. മറ്റു സ്ത്രീകൾ പൊട്ടിച്ചിരിച്ചും ഉറക്കെ സംസാരിച്ചും മേശയ്ക്കരികിലിരുന്നു. രത്നമേഖലയെ മാത്രം കനൽ പോലെ ജ്വലിക്കുന്ന ആ മുഖം അസ്വസ്ഥയാക്കി. അത് ഭയമാണോ സഹതാപമാണോ എന്ന് അവൾക്കൊട്ട് മനസ്സിലായതുമില്ല. അവർ ആക്രോശിച്ചത് തന്നോട് മാത്രമാണെന്ന് പക്ഷേ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. താനൊഴികെ അവിടെ മറ്റുള്ളവരെല്ലാം അവർക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ. താൻ മാത്രമാണ് പുതിയതായി കയറി വന്നവൾ, അതും അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ. അതായിരുന്നു വിനോദിനിയും അവളും തമ്മിലുള്ള ആദ്യത്തെ ഏറ്റുമുട്ടൽ. പിറ്റേന്ന് രാവിലെ അടുക്കളയിലേക്ക് അവൾ എത്തും മുമ്പേ അവർ വീണുപോയി. പക്ഷേ തങ്ങളുടെ പരസ്പര യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും തുടരുകയാണെന്നും രത്നമേഖല സ്വയം ഓർക്കും. അവളത് പരിമളത്തോട് പറയാറുമുണ്ട്. മരുന്നുകളിൽ രത്നമേഖല മാറ്റം വരുത്തുന്നത് സഹാനുഭൂതിയോടെയാണ്. അമ്മ കാഴ്ചയ്ക്ക് നന്നായിരിക്കുന്നുണ്ട്, പക്ഷേ ചലനശേഷിയോ ബോധമോ തിരിച്ചു വരുന്നതിൻ്റെ അടയാളങ്ങളൊന്നുമില്ല. ഒരുപാട് വർഷങ്ങൾ നിർത്താതെ ഓടിത്തളർന്ന ഒരുവളുടെ അലസമായ കിടപ്പ് പോലാണത്. ഞാനിനി എണീക്കുന്നേയില്ല. എനിക്കിതാണ് ഇഷ്ടമെന്ന ദാക്ഷ്യം നിറഞ്ഞ കിടപ്പ്. ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ ജീവിതത്തെ കെട്ടിവരിഞ്ഞിടാൻ കഴിയുന്നല്ലോ എന്ന അഹന്ത. തൻ്റെ അറിവും പഠിച്ച കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് അവരെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ രത്നമേഖല ആദ്യമെല്ലാം ശ്രമിച്ചിരുന്നെങ്കിലും അതിനെതിരെ വിനോദിനി ശക്തമായി പ്രതിരോധിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഇനി അത്തരം പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ലെന്ന് രത്നമേഖലയും തീരുമാനിച്ചു. പെട്ടെന്നൊരു ദിവസം അവർ എല്ലാം മാറി എഴുന്നേറ്റ് വരുമെന്ന് വിപിനൻ മാത്രമാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്രയും കാലത്തിനിടയിൽ ചികിത്സാവിധികളിൽ എന്തെങ്കിലും മാറ്റം അവർ അർഹിക്കുന്നുണ്ടെന്ന് രത്നമേഖല വിചാരിച്ചു. അവൾ വിപിനൻ കൊണ്ടുവരുന്നതിൽ ചില ഗുളികകൾ രഹസ്യമായി പുറത്തു കളഞ്ഞു. ഉറക്കക്കുറവും രക്തസമ്മർദ്ദവും ഒഴിവാക്കാനുള്ള മരുന്നുകൾ കൃത്യമായി കൊടുത്തു. നല്ല ഉറക്കം കിട്ടണമെന്നും കൂടുതൽ അസ്വസ്ഥതയുണ്ടെന്നും തോന്നുന്ന ദിവസങ്ങളിൽ ഡോസ് കൂട്ടിക്കൊടുത്തു. വിപിനനും അവളും തമ്മിൽ വഴക്കുണ്ടാവാത്ത ദിവസങ്ങളുടെ എണ്ണം അധികരിക്കുമ്പോൾ അമ്മ വല്ലാതെ അസ്വസ്ഥത കാണിക്കാറുണ്ടെന്ന് രത്നമേഖലയ്ക്ക് തോന്നും. കിടക്കയിൽ ഞെളിഞ്ഞു പിരിഞ്ഞ് അവ്യക്തമായ ശബ്ദങ്ങൾ കൊണ്ട് അവരത് പ്രകടിപ്പിക്കും. അന്നേരം ദുർബലമായ ശബ്ദത്തിലും പരിമിതമായ ചലനങ്ങളിലും രോഷം ചീറ്റിത്തെറിക്കും. അപ്പോഴാണ് രത്നമേഖല ഗുളികകൾ കൂടിയ ഡോസിൽ കൊടുത്ത് അവരെ ശാന്തയാക്കുന്നത്. തേര് തൊഴുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആഹ്ലാദവുമായി രത്നമേഖലയുടെ വീടിനുള്ളിലെത്തിയ പരിമളം വിനോദിനിയെ ശ്രദ്ധിച്ചു നോക്കി. ഇങ്ങനെ ചെയ്യുന്നത് കൊടുമയല്ലേന്ന് അവൾ രത്നയോട് ചോദിച്ചു. നീ പഠിച്ചവൾ, അതും വൈദ്യം പഠിച്ചവൾ, ഇപ്പടി പണലാമാ? തൂക്കമാത്രയും ബ്ലഡ് പ്രഷറിനുള്ള മരുന്നുകളും സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ലെന്ന് പരിമളത്തിനറിയാം.
അത് അമിതമായി കൂടിക്കൊടുത്താൽ എന്താവും കഥ? വിനോദാമ്മയോടുള്ള സഹതാപത്തുകളും തൻ്റെ പ്രിയപ്പെട്ട രത്നം അങ്ങനെ ചെയ്യുന്നതാണ് പരിമളത്തെ വേദനിപ്പിച്ചത്. ഇല്ലടി, അതുകൊണ്ട് നിന്റെ വിനോദാമ്മയ്ക്ക് പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനില്ല. കുറച്ച് കൂടുതൽ ഉറങ്ങുമെന്നും കുറച്ച് മനസ്സമാധാനം കിട്ടുമെന്നല്ലാതെ. വർഷങ്ങളായി ഈ മരുന്നുകൾ കഴിച്ച് അവരുടെ കിഡ്നിയും കരളുമൊക്കെ വീക്കായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത്രയും ഉറച്ച സ്ത്രീ ആയതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവുകയുമില്ല. രണ്ടായാലും ഇനി ഇവരുടെ മനസ്സിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിനാണ് സ്വസ്ഥത കൊടുക്കേണ്ടത്. അതിന് എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ ഗുളികകൾ മാത്രമാണ്. അത് ഞാൻ കൊടുക്കുന്നു. രത്നമേഖല അവളുടെ കവളിൽ തട്ടി പറഞ്ഞു. പരിമളത്തിന് അല്പം ആശ്വാസം തോന്നി. വിനോദാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച് അവർ പെട്ടെന്ന് മരിച്ചു പോയാൽ രത്നമേഖല അവിടുന്ന് പോയി കളയുമെന്ന് പരിമളം ഭയപ്പെടുന്നുണ്ട്. അവൾ കൂടി പോയാൽ പരിമള ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ്? അവൾക്ക് കരച്ചിൽ വരും. എങ്ങനെയാണ് തൻ്റെ ജീവിതം ഈ പെൺകുട്ടിയുമായി ചുറ്റിപ്പിണഞ്ഞു പോയതെന്നോർത്ത് അതിശയവും തോന്നും. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ വീടിന് ചുറ്റുമായി എപ്പോഴെങ്കിലും അവളെ കാണാമെന്ന പ്രതീക്ഷയോടെയാണ്. വീടിനകത്തെ ഇരിപ്പ് അസ്വസ്ഥയാകാൻ തുടങ്ങിയതുകൊണ്ട് മാത്രമല്ല, താൻ പുറത്ത് അലഞ്ഞു നടക്കുന്നതെന്ന് പരിമളത്തിന് ഇപ്പോഴറിയാം. മാമിയാരുടെ കുത്തുവാക്കുകൾ സഹിക്കാനാവാതായപ്പോഴല്ലേ അവൾ സദാ പുറത്തിരിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അത് രത്നമേഖല പക്കത്ത് വീട്ടിൽ താമസം തുടങ്ങിയപ്പോഴാണ്. അവൾ ഉണ്ടാക്കുന്ന കൊണ്ടാട്ടങ്ങൾ ഇപ്പോൾ മാമിയാർ ക്വാർട്ടേഴ്സുകളിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ചുണ്ടക്കയും താമര വളയവുമൊക്കെ ചോദിച്ച് പലരും വരുന്നുമുണ്ട്. അവളുടെ പാചകത്തിൽ മാമിയാർക്ക് ഒരിക്കലും സംതൃപ്തി തോന്നിയിട്ടില്ല. ഒരു രസം പോലും നല്ല ശമിക്കാനറിയാത്തവൾ എന്ന് പരിഹസിക്കുകയും ചെയ്യും. ജ്ഞാനശേഖരന് അവൾ ശമിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല എന്ന് തരം കിട്ടുമ്പോഴല്ല എല്ലാവരോടും പറയാറുമുണ്ട്. മകൻ്റെ പാകത്തിന് താൻ തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നും അതേ അവൻ കഴിക്കൂ എന്നൊക്കെ പറയുന്നതും അടുക്കളയിൽ വെന്തുരുക്കി പാചകം ചെയ്യുന്നതും അവർക്ക് അഭിമാനമാണ്. അതുകൊണ്ട് പരിമളം ഇങ്ങനെ പകൽ മുഴുവൻ പുറത്തിരുന്ന് ഓരോ നുണക്കി പാകപ്പെടുത്തുന്നതിൽ അവർക്ക് എതിർപ്പില്ല. അതൊരു സ്വകാര്യ വരുമാന മാർഗമായി മാറുന്നതിൽ സന്തോഷമുണ്ട് താനും. അന്ന് സന്ധ്യ വരെ അവർ വർത്തമാനം പറഞ്ഞിരുന്നു. വിനോദിനി അത്രയും സമയം മയങ്ങിക്കിടക്കുകയായിരുന്നു. ഉറക്കെ ചിരിച്ചും കൈകോർത്തും തോളത്ത് ചാരിയുമൊക്കെ ബഹളം വയ്ക്കുന്ന തങ്ങളുടെ ഒച്ചയും ഉല്ലാസവും താങ്ങാനാവാതെ അവർ കണ്ണടച്ചു കിടക്കുന്നതായിരിക്കുമോ എന്ന് രത്നമേഖല സംശയം പറഞ്ഞു. ആനന്ദം അനുഭവിക്കാത്തവർക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും അറിയില്ല. മറ്റുള്ളവർ ആനന്ദിക്കുന്നത് കണ്ട് സഹിക്കാനും ആവില്ല. വിപിനും ഇതേ സ്വഭാവമാണ്. ഇതും ഒരു ട്രീറ്റ്മെൻറ്റാണ് പരിമളം. നിന്നോടൊപ്പം സന്തോഷിച്ചും ബഹളം വെച്ചും ഞാൻ അവരെ പ്രകോപിപ്പിക്കുകയാണ്. എന്തെങ്കിലും ബോധം ഉള്ളിലുണ്ടെങ്കിൽ അവർ ഉണർന്ന് പ്രതികരിക്കാതിരിക്കില്ല. ചിലപ്പോൾ ഉണർന്നിട്ടും പ്രതികരിക്കാനാവാത്തതുകൊണ്ട് ഉറക്കം നടിക്കുന്നതുമാകാം. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലൈറ്റിട്ടപ്പോഴാണ് പുറത്ത് ഇരുട്ട് പടർന്നത് പരിമളം ശ്രദ്ധിച്ചത്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി അമ്മയെ കാണിക്കണമെന്നോ ഉറക്കെ നാമം ജപിക്കണമെന്നോ വിപിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അയാളുള്ളപ്പോൾ മാത്രം അവൾ അത് ചെയ്യും. ഇന്നത് ആവശ്യമില്ല. എങ്കിലും നേരം ഇത്രയായതുകൊണ്ട് ഇനി അവരെ ഉണർത്തി മുഖം കഴുകിച്ച് നെറ്റിയിൽ കുറിയും ഭസ്മവും അണിയിക്കണം. ഓട്സ് പാലിൽ കുറുക്കി കഴിപ്പിക്കണം. വിപിന് ഭക്ഷണം ഉണ്ടാക്കണം. നിന്റെ ചുണ്ടയ്ക്ക എന്ന് രത്ന പറഞ്ഞപ്പോൾ കടവുളേ എന്ന് പരിമളത്തിൻ്റെ നെഞ്ചൊന്നാളി. ഗുഡ് ഷെഡിൻ്റെ അപ്പുറത്തുള്ള കുറ്റിക്കാട്ടിലൂടെ അലഞ്ഞു നടന്ന് മാമിയാർ സമ്പാദിച്ചു കൊണ്ടുവന്നതാണ്. സ്റ്റേഷൻ സൂപ്രണ്ടിൻ്റെ പൊണ്ടാട്ടി ചുണ്ടയ്ക്ക വറ്റൽ ചോദിച്ചിട്ട് കുറേ ദിവസമായി. വെയിൽ നോക്കി മാറ്റിയിട്ട് ഉണക്കിക്കൊണ്ടിരുന്നതാണ്. തണുപ്പ് തട്ടിയാൽ ഉണക്കം പോകും. ഇപ്പോൾ ഉറുമ്പും പൊതിഞ്ഞിട്ടുണ്ടാവും. നാളെ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. പക്ഷേ രത്നയോട് യാത്ര ചോദിച്ചിറങ്ങുമ്പോൾ പരിമളം ഓർത്തത് നാളെയും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ വെയിലുണ്ടല്ലോ. തൈരിൽ മുക്കി ഒന്നുകൂടെ ഉണക്കാൻ പ്രയാസമില്ല എന്ന് മാത്രമാണ്. ജീവിതം മുഴുവൻ വെയിലായവർക്ക് അതൊക്കെ എത്ര നിസ്സാരമാണ്. കഥ തുടരും.